നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശാസ്ത്രീയ ആചാരപരിചയം എന്ന വിഷയത്തില് ശാസ്ത്രം എന്തിനാണ്, അല്ലെങ്കിൽ ഈ ശാസ്ത്രം നമ്മൾ പറയുമ്പോൾ നമ്മുടെ സംസ്കാരം അതെന്തിനാണ് ചില കാര്യങ്ങൾ നമ്മോട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനം, ഈ ഒരു വസ്തുതയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ ചിലത് ചർച്ച ചെയ്തത്. ഇന്നലെ പറയുകയുണ്ടായി, ശാസ്ത്രത്തിന്റെ ആചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമമാണ് ആശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഗൃഹസ്ഥാശ്രമത്തിന്റെ പരിശുദ്ധിയാണ്, സംസ്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയാവുന്നത്. അതിന് കാരണം ഈ ഗൃഹസ്ഥാശ്രമത്തില് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് പിന്നീട് സമൂഹത്തിന്റെ ഭാഗമായി, സംസ്കാരത്തിന്റെ ഭാഗമായി മാറി വരും തലമുറകളെയൊക്കെ സംരക്ഷിക്കുന്നത് എന്നതുകൊണ്ടാണ്. അപ്പോ ആ വിഷയത്തില് ഇന്നലെ നമ്മൾ സംസാരിച്ചത് നിത്യജീവിതത്തിന്റെ ചില നിയമങ്ങൾ, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവാഹവും മറ്റും നടത്തുമ്പോഴുള്ള ചില ചിട്ടകൾ, ചിലത് നോക്കേണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അവസാന ദിവസമായ ഇന്ന് അവിടെ നാം ആചരിക്കേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആചരിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു തത്വം അറിയാത്തത് കൊണ്ട്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ആചരിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് അതിനോടൊരു പ്രത്യേക പ്രതിപത്തിയൊന്നുമില്ല. അങ്ങനെ
ചിലതൊക്കെ കുലാചാരങ്ങളായിട്ട് വന്നത് അതുപോലെ അങ്ങ് ചെയ്തു പോകുന്നു. ചിലതൊക്കെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യണമെന്ന് തോന്നിപ്പോകുന്നതൊക്കെ ചെയ്തു പോകുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പരിണത ഫലം, അതിൻ്റെ ഒരു ഭാവി പരിണാമം എന്താണ് എന്ന് നമ്മൾ അങ്ങനെ വലിയ ആശയോടുകൂടി ഒന്നും നോക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ അതൊക്കെ അനുഷ്ഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു രീതിയിൽ അതൊക്കെ ത്യജിച്ചു കളയുന്നു. പിന്നെ പലപ്പോഴും മനുഷ്യരുടെ സഹജമായ ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഓരോ കാലഘട്ടത്തില് സ്വയം തന്നെ മാറി പ്രവർത്തിക്കുന്നത്, മനുഷ്യർ സ്വയം മാറി ഒന്ന് പരിഷ്കരിച്ച് ചില വ്യത്യാസങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്നും കാണുന്നു. അപ്പോൾ മുമ്പ് ചെയ്തിരുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ, അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോ ഇല്ലയോ എന്നൊന്നും നിശ്ചയിക്കാതെ തന്നെ അത്തരം രീതികളെയൊക്കെ മാറ്റി പുതിയൊരു രീതി, കുറച്ചുകൂടി എളുപ്പമായ ഒരു രീതി നമ്മളങ്ങ് സ്വീകരിക്കുന്നു. അപ്പൊ അതിലുണ്ടാകുന്ന അതിൻ്റെയും പരിണാമങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ ചിന്തിക്കുന്നില്ല, അതങ്ങ് സ്വീകരിക്കുന്നു. അതൊരു മാറ്റം വേണം എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന മാറ്റങ്ങൾ നല്ലതിനുമാകാം, നല്ലതിനുമായിട്ടുണ്ട്. പലപ്പോഴും അത് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. ഇപ്പോ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഒരു ഗൃഹസ്ഥാശ്രമം എന്ന രീതിയിൽ പറയുമ്പോൾ അങ്ങനെ പറയണതിന് കാരണം, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദത്തിന്റെ 80% ഭാഗവും ഗൃഹസ്ഥധർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ സംസ്കാരത്തിനെ രൂപപ്പെടുത്തിയിട്ടുള്ള, ഭാരതീയ സംസ്കാരത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള മറ്റ് ധർമ്മഗ്രന്ഥങ്ങളൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലെ ആചരണങ്ങളെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. സന്യാസിക്കും മറ്റുമൊക്കെ വളരെ ചുരുക്കം എന്താ പറയുക കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത്യാവശ്യമായിട്ടുള്ള വളരെ ചുരുക്കിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം സമൂഹത്തിന്റെ ശരിയായ നിലനിൽപ്പിന്, ഓരോ വ്യക്തിയുടെയും ശരിയായ പുരുഷാർത്ഥ പ്രാപ്തിക്ക് ഈ ധർമ്മങ്ങളെന്നും കർമ്മങ്ങളെന്നും കർത്തവ്യങ്ങളെന്നും ഒക്കെ നാം പറയുന്നത് അനുഷ്ഠിക്കണം എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതില് ഇപ്പോ ഒരു സമൂഹത്തെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ സമൂഹത്തിൽ നോക്കുന്നത് ആ സമൂഹത്തിന്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ ഇന്ന് നമ്മൾ നോക്കുന്ന രീതിയിൽ ആ സമൂഹത്തിന്റെ ഒരു നില എന്താണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അതിന്റെ ആ സമൂഹത്തിന്റെ ആചാരങ്ങൾ നോക്കും. പെരുമാറ്റ രീതി, ബിഹേവിയർ പാറ്റേൺസ്, ആ പെരുമാറ്റ രീതി കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകുക ആവശ്യമാണ്, അതുപോലെ പെരുമാറ്റ രീതിയും ഉണ്ടാകുക. പെരുമാറ്റ രീതിയിലുള്ളൊരു മാനദണ്ഡം, ഒരാള് പെരുമാറുന്നത്, ഒരാളുടെ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കാത്ത രീതിയിൽ ആയിരിക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ടായിരിക്കണം. സ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത്
അവരുടെ സ്വാതന്ത്ര്യം, അതുപോലെ അവർക്ക് ആദരവ്, സ്നേഹം, ബന്ധം, ഇതൊക്കെ. അല്ലാതെ ഒരു നികൃഷ്ട ഭാവത്തില്, നീചഭാവത്തില്, ഒരു വ്യത്യസ്ത ഭാവത്തിൽ കാണുക എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള പെരുമാറ്റ ചട്ടം ഉണ്ടെങ്കിൽ, പെരുമാറ്റ രീതി ഉണ്ടെങ്കിൽ, ആ സമൂഹം ഒരു കൾച്ചേർഡാണ്, സംസ്കാരമുള്ള സമൂഹമാണെന്ന് പറയും. ഓരോ വ്യക്തിയെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ് പറയുക. അപ്പൊ ഈ പെരുമാറ്റ രീതിയാണ് ശരിക്കും നമ്മളെ എല്ലാ രീതിയിലും പഠിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, വിദ്യാഭ്യാസത്തോടൊപ്പം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതില് തോറ്റു പോകുമ്പോഴാണ്, അതിൽ ഫെയിലിയർ ആകുമ്പോഴാണ് സമൂഹത്തിന്റെ നിലനിൽപ്പ് ഒരു എന്താ പറയാ, ഒരു വഴിവിട്ട രീതിയിലേക്ക് പോകുന്നതും അത് സംബന്ധമായിട്ട് ഓരോ വീട്ടിലും ഓരോ ഗൃഹസ്ഥനും വീടുകളിൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ വിദ്യാഭ്യാസത്തിന് വലിയ റോളൊന്നും ഇല്ല അതിന്. കാരണം വിദ്യാഭ്യാസം ഉള്ള സമൂഹത്തിലും ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു മാനദണ്ഡം, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നോക്കുന്ന ഒരു മാനദണ്ഡം, ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ജീവിതവും ഈ ജീവിത രീതികളും കൊണ്ട് രാജ്യത്തിന് മുഴുവനായിട്ട്, രാജ്യത്തിലെ മുഴുവനായിട്ടുള്ള ആൾക്കാർക്ക് രാജ്യത്തിന്റെ പ്രയോജനം എന്താണ്, രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ രാജ്യത്തിൽ ഉണ്ടാകേണ്ട സുഖസമൃദ്ധിക്കുമൊക്കെ ഈ സമൂഹത്തിന്റെ എന്താ പറയാ, പാർട്ടിസിപ്പേഷൻ, അവരെന്താണ് അതിന് നൽകുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, നമ്മുടെ സംസ്കാരത്തിന്റെയും ഈ പറഞ്ഞ ചിട്ടകളുടെയും ഒക്കെ മുഖ്യമായ ഉദ്ദേശം, ഇപ്പൊ ഗർഭാധാന സംസ്കാരം എന്നൊരു സംസ്കാരമുണ്ട്. ഷോഡശ സംസ്കാരങ്ങളിലെ ആദ്യത്തെ സംസ്കാരമാണ് ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞു വന്ന വധൂവരന്മാർക്ക് പ്രത്യേക പൂജയും ഹോമവും ഒക്കെ ചെയ്ത് ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ച്, സന്താന ഉത്പത്തിക്ക് വേണ്ടിയിട്ടുള്ള സമയം നിശ്ചയിച്ച് ആ സംസ്കാരം ചെയ്യും. ആ സംസ്കാരം ചെയ്യുന്ന സമയത്തും, അതുപോലെ കുട്ടി ജനിക്കുമ്പോൾ ജാതകർമ്മം ചെയ്യുന്ന സമയത്തുമൊക്കെ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ പറയുന്ന പ്രാർത്ഥന എന്താണ്, ആ മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കിയാൽ, ഈ ജനിക്കാൻ പോകുന്ന സന്തതി എനിക്ക് ഉപയോഗമായി വരണം, എൻ്റെ കുടുംബത്തിന് ഉപയോഗമായി വരണം എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ആ 2-3 പ്രാർത്ഥനകൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ സംസ്കാരത്തിന്റെ മൂലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്, സമൂഹത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് വ്യക്തമാകും. അതിൽ പറയുന്നത് വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണത്. അതിൽ പറയുന്നത്, അല്ലയോ ഭഗവാനെ, ഈ ജനിക്കാൻ പോകുന്ന സന്തതി സമൂഹത്തിന് എല്ലാവർക്കും ഉപയോഗമുള്ള സഹായിയായിട്ടുള്ള ഒരാളായി മാറണം, ഒരു ശ്രേഷ്ഠനായിരിക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കും. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്, അതൊക്കെ തന്നെയാണ്. പക്ഷെ സമൂഹത്തിന്റെ ഉപയോഗമാണ് അവിടെ മുഖ്യമായിട്ട് പറയുന്നത് എന്നുള്ളതാണ് ഒരു വിഷയം. എനിക്ക് നല്ലത് വരണം, എനിക്ക് വേണ്ടി പുത്രൻ ജനിക്കണം, നന്നായിരിക്കണം എന്നല്ല പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗമുള്ളവനായിരിക്കണം, ഇയാളുടെ ഒരു കർത്തവ്യം, ഇയാളുടെ ഒരു ജീവിതം കൊണ്ട് സമൂഹത്തിന് ഉപയോഗമുണ്ടാവണം. ഇതാണ് നമ്മള് സർവേ ഭവന്തു സുഖിനഃ എന്ന പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും സുഖം വരട്ടെ എന്ന ആ ഒരു കൺസെപ്റ്റ് ഇവിടെ നിന്നാണ് വരുന്നത്. അതിന് കാരണം തത്വശാസ്ത്രപ്രകാരം, ആധ്യാത്മികമായ തത്വശാസ്ത്രപ്രകാരം ആത്യന്തികമായിട്ട്
പറയുമ്പോൾ ഏതൊരു വിധത്തിലുള്ള ഭേദവും നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇല്ല. ഭേദകൽപ്പനയേ ഇല്ല. അഭേദം എന്ന അദ്വൈതമാണ് സത്യം. അദ്വൈതം എന്നത് പരമാത്മാവിന്റെ സ്വരൂപമാണ്. പരമാത്മാവിനെ തന്നെ ബ്രഹ്മമെന്നും പിന്നെ ജീവാത്മാവെന്നും ഒക്കെ പറയുന്നു. പരമാത്മാവ് തന്നെ സൃഷ്ടി ചെയ്ത് ജീവാത്മാവിന്റെ രൂപത്തിൽ പ്രവേശിച്ചു. തത്സൃഷ്ട്വാ തദൈവ അനുപ്രാവിശത് ജീവേനാത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി എന്നൊക്കെ ശ്രുതി പറയും. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഒരു ഭേദവും കൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഭേദം കൽപ്പിച്ചാൽ അത് തെറ്റാണ്, ദോഷമാണ്, പാപമാണെന്നാണ് അവസാനമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിട്ടയെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കുമ്പോ ഈ വേദാന്തത്തിന്റെ അദ്വൈത ജ്ഞാനത്തിന്റെ സാരം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയും. അത് വാസ്തവത്തില് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പൂജകളിലും സന്ധ്യാവന്തനങ്ങളിലും അതുപോലെ നാമജപത്തിലും എല്ലായിടത്തും അതുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അത് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പൊ എല്ലാം ചെയ്തതിന് ശേഷം നാരായണാർപ്പണമസ്തു, ബ്രഹ്മാർപ്പണമസ്തു, പരമാത്മാർപ്പണമസ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ആ ഒരു ഭാവത്തെയാണ് കാണിക്കുന്നത്. അതായത് നാം നമുക്ക് വേണ്ടി ചെയ്തത് പരമാത്മാവിൽ അർപ്പിക്കുന്നു, അവസാനം പ്രാർത്ഥനയോടുകൂടി അത് അർപ്പിക്കുന്നു. ആ അർപ്പണം പരമാത്മാ ഭാവത്തിന്റെ സ്മരണയാണ്. ആ സ്മരണ നമ്മളിൽ ഉള്ള പരിച്ഛിന്ന ഭാവത്തെ, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ് എന്ന ഭാവത്തിൽ നിന്ന് നമ്മളെ ഉയർത്താൻ സഹായിക്കും. അപ്പൊ ആജീവനം ഇങ്ങനെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് ആ പരമാത്മ ചിന്തനം ചെയ്യുക സഹജമാവും, സാധാരണ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉദ്ദേശിച്ചാണ് നമ്മുടെ ഋഷിവര്യന്മാര് ഇതൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പൊ എവിടെ തുടങ്ങിയാലും എന്ത് കർമ്മം നമ്മൾ ചെയ്താലും അവസാനം ഈ സർവേ ഭവന്തു സുഖിനഃ എന്ന ഭാവത്തിലും ഒരു ഭേദങ്ങളുമില്ലാത്ത ജാതി, വർണ്ണ, ലിംഗ, ദേശ, കാല, അവസ്ഥ, കുല, ദോഷ, ഗുണ ഒരു ഭേദങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അവിടേക്ക് എത്തും. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഈശാവാസ്യമിതകും സർവം ആത്മേവേദകും സർവം സർവം ഖൽവിദം ബ്രഹ്മ ബ്രഹ്മേവ ഇതം വരിഷ്ഠം എന്നൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് ഏകദേശം ഒരേ ആശയം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുമ്പോ ഈ ആചാരങ്ങളും വ്യവഹാരങ്ങളും ഭേദത്തിൽ നിന്നുകൊണ്ട്, അതായത് വലിയ വലിയ ഭേദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ആചാര വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആത്യന്തികമായിട്ട് ഇതൊന്നും സത്യമല്ല എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. അതാണ് നമ്മുടെ ഈ സംസ്കാരത്തിന്റെയും അല്ലെങ്കിൽ അനുഷ്ഠാനത്തിന്റെയും ഒക്കെ ചിന്തന പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ അതിനർത്ഥം ഇതെല്ലാം വെടിഞ്ഞു കളയണമെന്നല്ല. ഈ ഒരു അവസ്ഥയിലാണ് ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഉള്ളത്, ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നുന്നത്. ഒരറ്റത്ത് പറയുന്നു എല്ലാം ഒന്നാണ്, അൾട്ടിമേറ്റ്ലി ഒന്ന് തന്നെ ഉള്ളൂ എന്ന് പറയുന്നു. അവിടെ ഭേദങ്ങളൊന്നും പറയാൻ പാടില്ല, ഭേദങ്ങൾ ഇല്ല എന്ന് തന്നെ. എന്നാൽ വ്യാവഹാരിക തലത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആചാരങ്ങളെ കുറിച്ചും വ്യവഹാരങ്ങളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവിടെ പല തരത്തിലുള്ള, ഇപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെയുള്ള പല തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ ഭേദങ്ങൾ വരെ പറയുന്നുമുണ്ട്. അത് ചെയ്യണമെന്നും പറയുന്നു. അപ്പൊ ഇതെങ്ങനെ യോജിക്കും? ഇതാണ് സാധാരണ
ശാസ്ത്രീയമായിട്ട് സമ്പ്രദായ പ്രകാരം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതമായ രീതിയിൽ ശാസ്ത്രത്തെ അറിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം. ഇപ്പോ നമ്മൾ പറയും ഭഗവാനിൽ നിന്നാണ് അന്നമുണ്ടായത്. അന്നം ബ്രഹ്മേ ദിവ്യജാനാത് അന്നാദ്ധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ അന്നേന ജാതാനി ജീവന്തി അന്നം പ്രയന്തി അഭിസംവിശന്തി തേ. എല്ലാം അന്നമാണ്, അന്നം ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൽ നിന്നാണ് അന്നം ഉണ്ടായത്, അതുകൊണ്ട് അന്നം ബ്രഹ്മമാണ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അന്നം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്യതേ ഖാദ്യതേ ഇതി അന്നം. എന്താണോ ഭക്ഷിക്കപ്പെടുന്നത് അതെല്ലാം അന്നമാണ്. നമുക്ക് ഭക്ഷിക്കാവുന്നതെല്ലാം അന്നമാണെന്ന് അർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും? അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് ഭക്ഷിക്കാം, കാരണം അന്നം ബ്രഹ്മമാണ്. ബ്രഹ്മഭാവം ചിന്തിച്ചുകൊണ്ട് എന്തും ഭക്ഷിക്കാം. ഭക്ഷിക്കുന്നതെല്ലാം അന്നമാണല്ലോ. അപ്പൊ പിന്നെ അവിടെ ഭക്ഷിക്കാൻ പാടില്ലാത്തതായ ഒന്നുമില്ല എന്ന് വിചാരിച്ചെല്ലാം ഭക്ഷിക്കും. ഇപ്പൊ നമ്മൾ സ്വാമിമാരൊക്കെ പല സ്ഥലത്തും പോകുമ്പോ നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറ്. അപ്പൊ പലരും നമ്മോട് ചോദിക്കാറുണ്ട്, അതെന്താ സ്വാമിജി അങ്ങനെ? അതെല്ലാം ഭിക്ഷയല്ലേ? ഭിക്ഷയാകുമ്പോ എന്തും സ്വീകരിക്കണം എന്നാണല്ലോ. ഭിക്ഷയായിട്ട് കിട്ടുന്ന എന്തും സ്വീകരിക്കണം. അപ്പൊ ഈ ഭിക്ഷയായിട്ട് കിട്ടുന്ന എന്തും സ്വീകരിക്കണം എന്നുള്ളത് ഒരു നിയമമാണ്, അതില്ലാതില്ല. അങ്ങനെ ആരെങ്കിലും ഒരു നിയമം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭിക്ഷയായിട്ട് കിട്ടിയാലും ഞാനത് സ്വീകരിക്കും എന്നൊരു സങ്കല്പം ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സാധകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കണം. ഭഗവാൻ ശ്രീബുദ്ധൻ അങ്ങനെ ചെയ്തിരുന്നു. ഭിക്ഷാപാത്രത്തിൽ എന്ത് കിട്ടുന്നുവോ അത് ഭിക്ഷയായി സ്വീകരിക്കും. അവിടെ അത് വേണ്ട, ഇത് വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട എന്നൊന്നും പറയില്ല എന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവനം മുഴുവൻ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത അവസാനം, അതായത് ശരീരം വെടിയാൻ ഹേതുവായതും അങ്ങനെ ഒരു ഭിക്ഷ തന്നെയാണ്. ഒരു വീട്ടിൽ പോയി അമ്മയോട് ഭിക്ഷ യാചിച്ചു. അപ്പൊ അവര് മക്കളുണ്ടായിരുന്നത് മാംസാഹാരമായിരുന്നു. അപ്പൊ ആ മാംസാഹാരം എന്താണ് ഉണ്ടായിരുന്നത്? അന്നത്തെ കാലത്ത് ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രാമമായിരിക്കാം. മാംസാഹാരം അത് പച്ച മാംസം പകുതി ആയിട്ട് ഉണങ്ങിയ മാംസം, അങ്ങനെ ഒരു മാംസാഹാരമാണ് അദ്ദേഹത്തിന്റെ ഭിക്ഷാപാത്രത്തിൽ ഭിക്ഷയായിട്ട് ഇട്ട് കൊടുത്തതെന്നാണ് കഥ. അപ്പൊ നിയമം അനുസരിച്ച് അത് ഭക്ഷിച്ചു. കാരണം ഭിക്ഷാപാത്രത്തിൽ ഭിക്ഷയായിട്ട് കിട്ടിയാൽ അത് ഭക്ഷിക്കണമെന്നാണ്. ബുദ്ധൻ അത് ഭക്ഷിക്കുകയും അത് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ആ ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ ശരീരം വെടിയേണ്ടി വരികയും ചെയ്യുന്ന ഒരു കഥയുണ്ട്. അതാണ് ലാസ്റ്റിൽ അദ്ദേഹത്തിന്റെ കഥ. അപ്പൊ അങ്ങനെ ഒരു നിയമം ഉണ്ട്, എന്തും ഭക്ഷിക്കാവുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോ പലതരത്തിലുള്ള സന്യാസ വിഭാഗങ്ങളുണ്ട്. സന്യാസ വിഭാഗങ്ങളുടെ ഒരു എണ്ണമെടുത്താൽ അതൊക്കെ കാണണമെങ്കിൽ ഇപ്പൊ ഈ മഹാകുംഭമേള പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത്രയും കാലമായിട്ട് 30 വർഷമായിട്ട് ഈ വഴിക്കായിട്ടും നമ്മൾ തന്നെ അറിയാത്ത ഇനിയും കുറെ പരമ്പരകള് സന്യാസത്തിന്റെ രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പരമ്പരകളുണ്ട്. നമുക്ക് തിരിച്ചറിയാനേ പറ്റില്ല അവരുടെ ആചാരങ്ങൾ, രീതികളൊക്കെ. ഇതൊക്കെ ഏതൊക്കെയോ പരമ്പരകൾ, ഏതൊക്കെയോ സമ്പ്രദായത്തിൽ വന്നു. നമുക്ക് ചില സമ്പ്രദായങ്ങൾ മാത്രമേ അറിയാവൂ, ഈ നാട്ടിലൊക്കെ നടപ്പുള്ള സമ്പ്രദായങ്ങൾ. ഈ പല ദേശങ്ങളിലും നമ്മൾ കാണാത്ത സമ്പ്രദായങ്ങളും ഉണ്ട്. അപ്പൊ ഏകദേശം എല്ലാവരും ഈ കുംഭമേള പോലുള്ള സ്ഥലത്ത് വരും. അതുകൊണ്ടാണ് ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഈ അഘോരികൾ എന്ന് പറഞ്ഞ ഒരു വർഗമുണ്ട്. അഘോരികളിൽ തന്നെ 2-3 വർഗമുണ്ട്. അതിൽ ഒരു വർഗത്തിൽപ്പെട്ട അഘോരികള് അവരുടെ നിയമവും ഇങ്ങനെയാണ്, എന്ത് കിട്ടിയാലും അവർ ഭക്ഷിക്കും. അതിന് മാംസമാകട്ടെ, അന്നമാകട്ടെ, മദ്യമാകട്ടെ, ലഹരിയാവട്ടെ, അത് എന്താണോ അവർക്ക് ഭക്ഷണമായിട്ട് കിട്ടുന്നത് അത് ഭക്ഷിക്കുക എന്നുള്ള നിയമം അവർക്കുണ്ട്. അതങ്ങനെ അവർ ചെയ്യും. അപ്പൊ അത് വേറൊരു നിയമമാണ്. പക്ഷേ സന്യാസത്തിന്റെ ഒരു ചിട്ടയിലുള്ള ഒരു നിയമം, സാമാന്യ നിയമത്തിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഭക്ഷിക്കണം,
ഇത് ഭക്ഷിക്കാൻ പാടില്ല, ഇന്നതൊക്കെ ഒഴിവാക്കണം, ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ. അപ്പൊ അന്നം ബ്രഹ്മമാണ് എന്ന ഭാവത്തിൽ എന്തും ഭക്ഷിക്കാം എന്ന് നമ്മൾ കൽപ്പിക്കുന്നതിൽ അതിലൊരു യുക്തിയുമില്ല. അന്നം ബ്രഹ്മമാണെന്നുള്ളത് അതിന്റെ താത്വിക ഭാവമാണ്. അത് നമ്മൾ എപ്പോഴും അന്നത്തെ മുന്നിൽ കാണുമ്പോൾ ചിന്തിക്കേണ്ട, ഭാവനയിൽ കൊണ്ടുവരേണ്ട ഭാവമാണ്. അന്നം ബ്രഹ്മമാണ് എന്ന് വച്ച് എന്തും തോന്നിയത് ഭക്ഷിച്ചാൽ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും, സാധനകൾ അനുഷ്ഠിക്കാൻ പറ്റില്ല, അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ചേർച്ച. അതായത് താത്വികമായിട്ട് നാം അറിയുന്ന വശം മറ്റൊന്ന്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനെ പ്രാപിക്കാൻ പറ്റുന്ന ശാസ്ത്രം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളിലുള്ള നിയമങ്ങളിലാണ്. ഈ ആചാരങ്ങളിലുള്ള നിയമങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാൻ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത് നമ്മുടെ പാരമ്പര്യം കുലീനമായിട്ടുള്ള ആ ആചാരങ്ങൾ വരും. അത് കുലത്തിൽ ആചരിച്ചു വരുന്ന കാര്യങ്ങൾ. പിന്നെ തസ്മാത് ശാസ്ത്രം പ്രമാണന്തെ കാര്യകാര്യ വ്യവസ്ഥിതോ എന്ന ഗീതയിൽ പറഞ്ഞതുപോലെ അതിന് സംശയം വന്നാൽ ശാസ്ത്രത്തിൽ നോക്കുക, ഇതിനെന്താണ് പ്രതിവിധി ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വരുന്ന വീണ്ടും അടുത്തൊരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ, നമ്മളെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മുടെ കുലത്തിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല എന്ന് നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് തോന്നും. അതാണ് അടുത്തൊരു പ്രശ്നം. അങ്ങനെ വരുമ്പോ ആ ആചാരങ്ങളൊന്നും വേണ്ട, അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല, അപ്പൊ അങ്ങനെ ചെയ്താലും ശരി ഇങ്ങനെ ചെയ്താലും ശരി അതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവും. കാരണം എന്താണ്? ഈ ആചാരങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അവിടെ പഠിച്ച സ്ഥലത്ത് അതൊന്നും പഠിപ്പിച്ചില്ലല്ലോ. അപ്പൊ എന്താണോ പഠിച്ചത് അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് നമുക്ക് തോന്നും. ഇന്നലെ ഞാൻ ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞു, നെല്ലിന്റെയും വിത്തിന്റെയും കഥയൊക്കെ പറഞ്ഞു. അപ്പൊ അതങ്ങനെയാണ്, അത് നമുക്കിപ്പോ അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ, അത് ശരിയാണ്, അതിലിപ്പോ എന്താ ഒരു പ്രശ്നം എന്ന് നമുക്ക് തോന്നും. അപ്പൊ അത് അങ്ങനെയാണ്, ഇത് മാറി മാറി പോവുക. പക്ഷേ ആദ്യത്തെ ദിവസം നമ്മൾ തുടങ്ങിയത് പുരുഷാർത്ഥ ചതുഷ്ടയത്തെ പറഞ്ഞുകൊണ്ടാണ്. ഈ പുരുഷാർത്ഥ ചതുഷ്ടയത്തെ പ്രാപിക്കാനും നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലോ അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിലോ സന്യാസത്തിലോ ബ്രഹ്മചര്യത്തിലോ ഏതവസ്ഥയിലായാലും അവിടെ നമുക്ക് നന്നായിട്ട് ജീവിച്ചുകൊണ്ട് ഈ ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ആത്മപ്രാപ്തി, ആത്യന്തികമായ ഒരു ആനന്ദം, സ്വസ്ഥത, അതിനെയൊക്കെ പ്രാപിക്കാൻ ചിലതൊക്കെ നമുക്ക് ആചരിക്കേണ്ടി വരും. അങ്ങനെ ആചരിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ. അതിനെയാണ് നമ്മൾ ആധ്യാത്മികമായ ആചാരങ്ങളായിട്ട് കണക്കാക്കേണ്ടത്. ഇതില് വലിയ എന്താ പറയാ, നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യവും ഇല്ല. ഈ ഉപദേശങ്ങളൊക്കെ, ശാസ്ത്രം പറയുന്ന ഉപദേശങ്ങളൊക്കെ നമ്മുടെ സംരക്ഷണത്തിനും നമ്മുടെ ശാരീരികവും മാനസികവും കുടുംബപരവുമായ എല്ലാ പരിരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്, പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞു വെച്ച ആൾക്കാർ ആരൊക്കെയാണോ ഋഷിവര്യന്മാര്, അവർക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്നോ നമ്മളെ കഷ്ടപ്പെടുത്തണമെന്നോ നമുക്ക് കൂടുതൽ പണി തരണമെന്നോ ഉള്ള യാതൊരുവിധ ചിന്തയും ഇല്ല. അങ്ങനെ ഉണ്ടാകാനുള്ളൊരു കാരണവുമില്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ആയുർവേദത്തിൽ പോയി ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ട് ചികിത്സകനോട് ചോദിക്കുമ്പോൾ അയാൾ മരുന്നിനോടൊപ്പം കുറെ പഥ്യങ്ങൾ കൂടി പറഞ്ഞു തരും. അപ്പൊ ഒരു കാലത്ത് ഈ പഥ്യങ്ങളെ ഭയന്നിട്ട് ആരും ആയുർവേദത്തിൽ പോകാണ്ടിരുന്നു. കാരണം ആയുർവേദത്തിൽ പോയാൽ പഥ്യങ്ങൾ നോക്കണം. ഈ പഥ്യങ്ങൾ വാസ്തവത്തില് നമ്മളെ ഉപദ്രവിക്കാനാണോ അയാൾ പറയുന്നത്? അല്ല. ഈ മരുന്ന് കഴിക്കുന്ന മരുന്നിന്റെ ശരിയായ ഫലം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണ്ടാകണമെങ്കിൽ ആ പഥ്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചെയ്യണമെന്ന് മാത്രം. അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ ഹിതത്തിന് വേണ്ടി, പെട്ടെന്ന് ആ രോഗം മാറിപ്പോകാൻ വേണ്ടി കൂടെയാണെന്ന് പറയുന്നത്. അപ്പൊ പഥ്യങ്ങൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല, നമുക്ക് അനുകൂലമായിരിക്കില്ല. പഥ്യങ്ങൾ പലപ്പോഴും നമ്മൾ പല ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ, അത് അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മുടെ ഭക്ഷണക്രമം മാറ്റേണ്ടി വരും, സമയം മാറ്റേണ്ടി വരും, ഇങ്ങനെയൊക്കെ വേണ്ടി വരും. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല.
അപ്പൊ അതിന് നമ്മൾ എന്താ ചിന്തിക്കുക, ഇതിനെന്താ ശാസ്ത്രീയ, ഇത് കഴിച്ചാൽ ഇപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നമ്മളെ ബുദ്ധി അവിടെ പ്രയോഗിക്കും, അത് കഴിക്കും. അപ്പൊ അത് എന്ത് കഴിച്ചാൽ എന്താകും എന്നുള്ള അതിന്റെ ഒരു കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ ബോഡിയിൽ എന്താണ് ഉണ്ടാകണമെന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അതിലെ നമ്മുടേതായിട്ടുള്ള ബുദ്ധിയിൽ അത് ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ആ പഥ്യത്തെ ലംഘനം ചെയ്യുകയും പിന്നെ രോഗം വേറൊരു അവസ്ഥയിലേക്ക് മാറുകയും പിന്നെ മരുന്നിന്റെ പ്രയോജനമില്ലാതെ വരികയും നമുക്ക് വീണ്ടും വേറെ വൈദ്യനെ കണ്ട് ചികിത്സിക്കേണ്ടി വരികയും അല്ലെങ്കിൽ വൈദ്യനെയും വൈദ്യശാസ്ത്രത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യും. ഇതൊരു സ്പഷ്ടമായ ഉദാഹരണമാണ്. ഇതാണ് നമ്മൾ ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടുവന്നത്. നമ്മുടെ കുടുംബത്തിനും നമുക്കും സമാധാനവും സുഖവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ശരിയായിട്ടുള്ള ആചാരങ്ങളായിട്ട് ജീവിത ചിട്ടകളായിട്ട് പറഞ്ഞു വച്ചിരുന്നത് അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിട്ടുകളഞ്ഞുകൊണ്ടേ പോയി. അങ്ങനെ പോയിട്ട് ഇപ്പോഴത്തെ സമൂഹത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ആഹാരങ്ങൾ കഴിക്കുക. ആഹാരം കഴിക്കുന്നതിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ രാവിലെ പാകം ചെയ്ത പ്രാതാശനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബ്രേക്ക്ഫാസ്റ്റ്, അത് രാവിലെ തന്നെ തീരും. അത്രേ പാകം ചെയ്യുള്ളൂ. പിന്നെ അത് ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് ഫ്രഷായിട്ട് പുതിയത് പാകം ചെയ്യും. വൈകുന്നേരം ഫ്രഷായിട്ട് വേറെ പാകം ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. നമ്മൾ 4-5 സമയമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം അപ്പപ്പോൾ ഉണ്ടാക്കി ഫ്രഷ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചിരുന്നത്. രാവിലെ ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചാലായി, എന്നാലും അത് എന്താ പറയാ ചെയ്യേണ്ടതല്ല എന്നുള്ള നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്ന് ഈ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എല്ലാവരും വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ഒരെണ്ണം ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം എപ്പോഴാണ് സമയം കിട്ടുകയെന്ന് വെച്ചാൽ അപ്പോഴൊരു 2-3 ഐറ്റം ഉണ്ടാക്കും. ഇതിലേക്ക് അങ്ങ് സ്ഥാപിച്ചതിന് ശേഷം 2-3 ആൾക്കാരാണല്ലോ ഇപ്പൊ വീട്ടിലുള്ളത്, 3-4 പേര് മാക്സിമം. അപ്പൊ ഇതിൽ നിന്ന് സമയാസമയങ്ങളിൽ ഓരോ ഐറ്റംസ് എടുക്കും, എന്നിട്ട് ഭക്ഷിക്കും. ഇതിൽ പാല്, തൈര് ഇതൊക്കെ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും വെക്കാറുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള സമയം, നമുക്ക് സമയമുണ്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ, ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒക്കെ ജോലിക്ക് പോകുന്നു, അത് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ സമയക്കുറവുകൾ ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷേ എന്ത് കുറവുണ്ടായാലും ഈ ഭക്ഷണം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യമായിട്ടുള്ള ഘടകം. കാരണം ഈ ഭക്ഷണം കഴിച്ച് ഈ ഭക്ഷണത്തിന്റെ സൂക്ഷ്മ അംശമാണ് നമ്മുടെ മനസ്സായി തീരുക. ഇങ്ങനെ ഒരു സമയത്ത് ഉണ്ടാക്കിയത് മറ്റൊരു സമയത്ത് വച്ച് കഴിക്കുന്ന ഭക്ഷണത്തെ പര്യൂഷിത ഭക്ഷണം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. പര്യൂഷിതമാണ്. ഒരു യാമം കഴിഞ്ഞത് 3 മണിക്കൂർ എന്ന് പറയും ഒരു യാമം കഴിഞ്ഞ ഭക്ഷണം അത് പര്യൂഷിതമാണ്. പര്യൂഷിത ഭക്ഷണം കഴിച്ചാൽ ഗീത പറയുന്നത് അത് താമസികമാണെന്ന്. താമസികം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? താമസികം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ളൊരു അന്ധകാരം. എന്താണ് ഈ അന്ധകാരം എന്ന് പറഞ്ഞാൽ? ബുദ്ധി, മനസ്സ് ഇതൊക്കെ മ്ലാനമായി പോകും, മന്ദിച്ചു പോകും. അതോടൊപ്പം ശരീരവും മന്ദിച്ചു പോകും, ശരീരത്തിനും തളർച്ചയുണ്ടാവും. ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, വിശപ്പടങ്ങുന്നു, ഇത്രയും വരെ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞുണ്ടാകുന്ന പരിണാമം മുഴുവൻ നെഗറ്റീവായിരിക്കും. അതിന് എത്ര നല്ല ഭക്ഷണമായാലും. അപ്പൊ ഒരു കാര്യം നോക്കൂ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനൊരു സമയവും കാലമൊക്കെ നോക്കി നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഭക്ഷണം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുക. വാസ്തവത്തിൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ, നമ്മുടെ കുട്ടികളുടെയും ഇവരുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജ് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ഫ്രിഡ്ജ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ട്രൈ ചെയ്ത് നോക്കും, ഞാൻ വെറുതെ പറയണതല്ല. ഒരു മാസം ഫ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ഓഫാക്കി വെച്ച് ഈ ഭക്ഷണ സാധനങ്ങൾ അതത് സമയത്ത് കുറച്ചായാലും ചൂടാക്കി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി നിങ്ങളും കുട്ടികളും ഒരുമിച്ചിരുന്ന് കഴിച്ചു നോക്കൂ. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം നേരെ തിരിച്ചറിയാം. ഇതിപ്പോ
നമ്മൾ ശാസ്ത്രം പഠിച്ച് പരീക്ഷിച്ച് സയന്റിഫിക്കലി ഒന്നും ചെയ്യേണ്ട കാര്യമല്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട കാര്യമാണ്. ഈ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ കേരളത്തിൽ ഇതിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു അപായം ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതിൽ 1-2 ദിവസം വയ്ക്കുന്നതൊക്കെ പോട്ടെ, ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെയാണ് വയ്ക്കുന്നത് ഓരോ സാധനങ്ങൾ. കുട്ടികൾക്കാണെങ്കിൽ ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, അതെല്ലാം വയ്ക്കും. അതിലെല്ലാം എന്തെല്ലോ ബാക്ടീരിയ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ആ ബാക്ടീരിയ മരിച്ചു മറ്റൊരു ബാക്ടീരിയ ഉണ്ടാകുന്നു. അങ്ങനെ 3-4 തലമുറകളായിട്ട് ബാക്ടീരിയ അവിടെ ജനിക്കുകയും മരിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക ചോക്ലേറ്റ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. എത്ര എന്താ പറയാ മാരകമായ സ്ഥിതിയാണ് നമുക്കുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ആധ്യാത്മികത പറ്റില്ല, മനസ്സമാധാനമായിട്ട് പൂജ ചെയ്യാനോ ഭഗവാനെ പ്രാർത്ഥിക്കാനോ ഇതൊന്നും നടക്കില്ല, ആരോഗ്യം ശരിയാവൂല, ഒന്നും ശരിയാവില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം ഉണ്ട്, പിന്നെ എന്താ ഈ ആരോഗ്യ പ്രശ്നം, എന്താ വയ്യാണ്ടാവണം, ഇടയ്ക്കിടയ്ക്ക് എന്താ വയ്യാണ്ടാവണം, എന്താണ് ഈ ആരോഗ്യ പ്രശ്നത്തിന് കാരണം? മരുന്ന് കഴിച്ചാൽ ആരോഗ്യം ശരിയാവണമില്ല. കാരണം മരുന്ന് കഴിക്കുന്നതിന് പകരം ഈ പറയുന്ന അനാവശ്യമായ സാധനങ്ങളാണ് ഉള്ളിൽ പോകുന്നത്. അതിന്റെ ഇപ്പോ എന്താ പറയാ നമ്മള് പരിപ്പ് ഐറ്റംസ് ഒക്കെ അത് ഇത്ര സമയത്ത് വച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോട്ടീനിന്റെ അംശവും അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട എല്ലാ ഗുണവും ഇല്ലാണ്ടായിട്ട് അതൊരു തരത്തിലുള്ള ഒരു കൊഴുപ്പായി ശരീരത്തിലേക്ക് പോയി അത് അസിഡിറ്റി ഉണ്ടാക്കും. അതായത് ഡാലിന്റെ ഒരു സമയം കഴിഞ്ഞാൽ, ഇപ്പൊ ഡാലെന്ന് നമ്മൾ പറയുമ്പോൾ പരിപ്പെന്നല്ലേ മലയാളത്തിൽ പറയാം, പരിപ്പിന്റെ ഒരു സമയം കഴിഞ്ഞാൽ അത് പിന്നെ വയറ്റിൽ പോയാൽ അത് അസിഡിറ്റി ഉണ്ടാക്കുള്ളൂ, അതിനൊരു സമയമുണ്ട്. അപ്പൊ ഇത് ശാസ്ത്രം പറയുകയാണ്, ശാസ്ത്രത്തിൽ സ്പഷ്ടമായിട്ട് പറയുന്നു. ഗീതയുടെ ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞു. അതുപോലെ ധർമ്മശാസ്ത്രത്തിൽ നോക്കിയാൽ ഓരോ വസ്തുവിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇത്ര സമയം ഇത് വയ്ക്കാം, ഇത്ര സമയം ഇത് വയ്ക്കാം, ഇത് കഴിഞ്ഞാൽ അതിനെ സ്പർശിക്കുക പോലും ചെയ്യരുതെന്നാണ്. അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും വലിയ വ്യത്യാസമായിട്ട് കാണുന്നില്ല. അന്ന് ഫ്രിഡ്ജ് ഇല്ലാതിരുന്നത് കൊണ്ട് ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഇന്നിപ്പോ ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് നമുക്കത് ചെയ്യേണ്ട എന്നുള്ളത് വിചാരിക്കും. പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഉദാഹരണം, ഇതുപോലെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഈ ആചാരം ചിട്ട എന്നൊക്കെ പറയുന്നത്. ഇനി ഇതുകൊണ്ട് ഇപ്പോ ഒരു ആധ്യാത്മിക ജീവി എന്നുള്ള രീതിയിൽ ആധ്യാത്മികമായിട്ട് എന്താ പ്രയോജനം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ആധ്യാത്മികമായിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്, മനഃശാന്തിയാണ്, നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സാണ് ഉണ്ടാക്കുന്നത്. മനസ്സില് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ സൂക്ഷ്മ അംശമാണ് മനസ്സിൽ പോകുന്നത്. യോ അണിഷ്ടോ ധാതു തന്മനഃ എന്ന് ഛാന്തോക്യ ഉപനിഷത്ത് പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്ഥൂലമായ അംശം, വേസ്റ്റായ അംശം മലമായി പോവുകയും അതിന്റെ മധ്യമ ഭാഗം, സാരമായിട്ടുള്ള ഭാഗം ശരീരത്തിലെ അസ്ഥി മാംസങ്ങളൊക്കെ ആയിട്ട് മാറുകയും അനിഷ്ട ഏറ്റവും സൂക്ഷ്മമായ ഭാഗം മനസ്സായി മാറുകയും ചെയ്യുന്നു. ഇതൊരു ചായ കുടിക്കുമ്പോൾ പോലും അങ്ങനെയാണ്. ആ സൂക്ഷ്മ അംശമാണ് നമ്മുടെ മനസ്സായിത്തീരുക. ആ ചായ എങ്ങനെ ഉണ്ടാക്കി, ആരെ ഏത് ഭാവത്തിൽ ഉണ്ടാക്കി, സ്നേഹത്താടുകളാണോ ഉണ്ടാക്കിയത്, അതോ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാം എന്ന ഭാവത്തിലാണോ ഉണ്ടാക്കിയത്, ഇങ്ങനെ ഏത് ഭാവത്തിൽ ഉണ്ടാക്കി എന്നിരിക്കും. ചായ നമ്മൾ കുടിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാവും, പക്ഷെ ഈ ചായയുടെ പരിണത ഫലം മറ്റൊന്നായിട്ട് വരും. അത് മാറ്റാനേ പറ്റില്ല നമുക്ക്. ഇത് അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അകത്ത് പോകുന്നതിന് മുമ്പാണ് ഇതിന്റെ പ്രോസസ്സ് മുഴുവൻ. അകത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു വിഷം അകത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്താ ചെയ്യുക? അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്താകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും സ്ലോ പോയിസൺ പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോ നിങ്ങളുടെയും സ്ഥിതി അങ്ങനെയാണ്, എന്റെയും സ്ഥിതി അങ്ങനെയാണ്. കാരണം ഇപ്പൊ ഞാനിപ്പോ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്വാമിയാണ്, നമ്മുടെ അടുത്ത് പോലെ ഭക്ഷണം എല്ലാം കൊണ്ട് യാത്ര ചെയ്യാനും പറ്റില്ലല്ലോ, പിന്നെ എവിടെയെങ്കിലും ചെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പൊ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവര് ഇതൊക്കെ തന്നെയാണ് തരിക. അപ്പൊ അവിടെ ചെന്ന് നമ്മള് പതുക്കെ ചെന്നുടനെ നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഫ്രിഡ്ജിലുള്ളത് വേണ്ട, അതുള്ളത് വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം തന്നെ പാക്ക് ചെയ്ത് പൊക്കോളാൻ പറയും. അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്നൊന്ന് പരിചയപ്പെടുന്നവരെയൊക്കെ നമ്മൾ നോക്കും. പരിചയപ്പെട്ടിട്ട് പതുക്കെ അവരുടെ അടുത്ത് പറയും, ഇന്നതൊക്കെ വേണ്ട, ഇന്നതൊക്കെ കഴിക്കില്ല എന്ന് പറയും. അതും ഭയഭീതിയോടുകൂടിയാണ് പറയുന്നത്. കാരണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്തവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. സ്വാമിജി എന്നാൽ വേറെ ഭക്ഷണത്തിന്റെ വ്യവസ്ഥ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കഷ്ടമാണ്. അപ്പോ അതാണ് പരിസ്ഥിതി. കാരണം എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അടുത്ത് പഴകി വരുമ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ഥിതി, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ നെയ്യുടെ കഥ നിങ്ങൾ കേട്ടതാണല്ലോ. നെയ്യുടെ കഥ കേട്ടതാണ്. ഇത് എത്രയോ വർഷം മുമ്പ് ആൾക്കാർ അറിഞ്ഞ കാര്യമാണ്.
ഇപ്പൊ നെയ്യിൽ മുഴുവൻ മായമാണെന്ന്. നെയ്യ് എന്ന് പറഞ്ഞ സാധനം നെയ്യേ അല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഭക്ഷിക്കേണ്ടി വരുന്നു. ഇനി അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് അതിന് കാരണം? ഇതൊക്കെ നമ്മൾ ഭക്ഷിക്കേണ്ടി വരുന്നതിന് കാരണം എന്താണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ്. നമ്മുടെ സമൂഹമാണ്. നമ്മുടെ സമൂഹത്തിന് ധനത്തോടുള്ള ആർത്തി, സമൂഹത്തോട് സ്നേഹമില്ലായ്മ. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു തുടങ്ങിയതാണ്. അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ, ഭാരതീയതയുടെ പ്രത്യേകത. നാം ചെയ്യുന്ന ഓരോ കാര്യവും അത് സമൂഹത്തിന് ഉതകുന്നതായിരിക്കണം, സമൂഹത്തിന് ഉപദ്രവിക്കുന്നതാവരുത് എന്നതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. വീണ്ടും വീണ്ടും അത് പറയുന്നതിന് കാരണം, ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത്. സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സനാതന ധർമ്മത്തിന്റെ ചിന്തനം, വസുധൈവ കുടുംബകം, ഈ വസുധ മുഴുവൻ എൻ്റെ കുടുംബമാണ്, എൻ്റെ തന്നെ ആൾക്കാരാണ്, എൻ്റെ തന്നെ ഭാഗമാണ്. നേരത്തെ നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ ഓരോരോ ഗോത്രങ്ങളിൽ ജനിച്ച് ആ ഗോത്രങ്ങളുടെ എല്ലാം മൂലമായിട്ടുള്ള പരമാത്മാവിൽ നിന്ന് വന്ന് പല പല ഗോത്രങ്ങളിൽ പല പല ജീനുകളായിട്ട്, പല പല വ്യക്തികളായിട്ട്, പല പല രൂപത്തിൽ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ കുടുംബമാണെന്നുള്ളൊരു കൺസെപ്റ്റ്. നമ്മൾ നമ്മളെ കുടുംബത്തെ തന്നെ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും? അപ്പൊ ധനത്തിന് വേണ്ടിയിട്ടാണ് ഈ മായം ചേർക്കൽ പരിപാടികൾ മുഴുവൻ ചെയ്യുന്നത്. ഈ മായം ചേർക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അതിന് ട്രെയിനിങ് ഉണ്ട്. കാരണം ഇത് എല്ലാവർക്കും പറയാൻ പറ്റില്ല ഏതിൽ മായം ചേർത്താൽ എങ്ങനെയാവുള്ളൂ. എത്രയോ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ മായം ചേർക്കൽ കണ്ടുപിടിക്കുന്നത്. അതിനുള്ള വിദ്യാഭ്യാസമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ തലമുറയുടെയും വരും തലമുറയുടെയും നാശത്തിന്റെ കാരണങ്ങളായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ ഈ അവസാന സെക്ഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ജീവിതത്തില് നമുക്ക് അത്യാവശ്യം ചെയ്തു പോകേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ശ്രദ്ധിക്കണം. കുട്ടികളുടെ വളർച്ച നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അച്ഛനും അമ്മയും വേണമെങ്കിൽ കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കണം. കാരണം ഇന്നത്തെ പല അച്ഛനമ്മമാർക്കും കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ചൈൽഡ് സൈക്കോളജി, കുട്ടികളുടെ മനഃശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്, നമ്മൾ ഈ പഠിക്കുന്ന പുസ്തകങ്ങളിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ല. എങ്ങനെയാണ് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകേണ്ടത്, എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ച് ചിന്തിച്ച് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ കുട്ടിയുടെ മനഃശാസ്ത്രം അനുസരിച്ച് പതുക്കെ പതുക്കെ നല്ല കുട്ടിയായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടത്, ഇതൊന്നും വിദ്യാഭ്യാസത്തിൽ ഇല്ല. പണ്ട് കാലത്തും വിദ്യാഭ്യാസത്തിൽ ഇല്ല എന്ന് വെച്ചോളൂ. പക്ഷേ പണ്ട് കാലത്ത് ഇതൊക്കെ വീടുകളില്, അത് അവരവരുടെ തറവാടുകളിലും കുലങ്ങളിലും ഒക്കെ ഇത് മുതിർന്നവര് പറഞ്ഞു കൊടുത്തിരുന്നു. അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഈ കൂട്ടുകുടുംബ സിസ്റ്റമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ നിർബന്ധിച്ച് തന്നെ ചെറുപ്പക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതനുസരിച്ച് അവർ ജീവിച്ചിരുന്നു. അപ്പൊ അത് കൂടുതൽ നന്നായിരുന്നു. പക്ഷെ ഇപ്പോ അത് ഇല്ല എന്ന് പറയുമ്പോ കൂട്ടുകുടുംബ സിസ്റ്റം ഒന്നും ഇപ്പൊ ഇല്ല. അതാരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എല്ലാവരും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ മാറി. എന്തായാലും അത് മാറി. അതിപ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ അറിവുകളെല്ലാം പോയി. ഈ ജീവിക്കേണ്ട അറിവുകളെല്ലാം പോയി. ഭക്ഷണം കഴിക്കേണ്ട രീതികളെല്ലാം പോയി. ക്രമമില്ല, ഒന്നുമില്ല. ഇപ്പൊ എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും നമ്മൾ എന്താ പറയുക, ഇതിൽ നോക്കും, മൊബൈലിൽ നോക്കിയിട്ട്, ഗൂഗിളിൽ നോക്കിയിട്ട് അത് ഓൺ ചെയ്ത് വെച്ച് എന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അങ്ങനെയാ ചെയ്യുന്നത്. അതിൽ പറയുന്നതെല്ലാം സത്യമാണ്. ഇപ്പൊ നമ്മൾ സ്വാമിമാരെന്ന് പറയുന്നത് സത്യമാവില്ല. അതൊക്കെ എനിക്ക് കുറെ പരീക്ഷിക്കേണ്ടി വരും. പക്ഷെ ഗൂഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ പറയുകയാണെങ്കിൽ, വീഡിയോയിലാണ് പറയുന്നത്, യൂട്യൂബിലാണ് പറയുന്നതെങ്കിൽ അത് സത്യമാണ്. കാരണം എന്താണ്, അതെല്ലാവരും കേൾക്കുന്നതല്ലേ, നമുക്ക് വേണ്ടി പറയുന്നതല്ലല്ലോ, എല്ലാവരും കേൾക്കുന്നതാണ്. അത് അസത്യമാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതുപോലെ നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാം മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് ചിട്ടവട്ടമായിട്ട് മനസ്സിലാക്കുക. കുട്ടികളെ
കൊച്ചുകുട്ടികളെ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വളർത്തണം. ശാസ്ത്രം പറയുന്നത് ലാലയേത് വർഷാണി ദശവർഷാണി താടയേത് പ്രാപ്തേത് ഷോഡശേ വർഷേ പുത്രം മിത്രവദാചര എന്നൊക്കെയാണ്. 5 വയസ്സ് വരെ കുട്ടിയെ തല്ലാനോ ശാസിക്കാനോ ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ പാടില്ല എന്നാണ്. 5 വയസ്സ് വരെ. 5 വയസ്സോ 6 വയസ്സാണ് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ സമയം. ആ സമയത്ത് കുട്ടി എന്ത് ചെയ്താലും വളരെ സൗമ്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം എന്നാണ്. കാരണം ഈ 6 വയസ്സ് വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, നമ്മൾ പെരുമാറുന്ന രീതിയാണ് ആ കുട്ടിയുടെ സാമൂഹ്യ പെരുമാറ്റ രീതിയായിട്ട് ഭാവിയിൽ മാറാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും അച്ഛനും അമ്മയും ചെയ്യുന്നതൊന്നും കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം കുട്ടിക്ക് അതുമാതിരി മനസ്സിലാകുന്നുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ മുഴുവൻ സബ് കോൺഷ്യസ് മനസ്സിൽ പോകും. അതനുസരിച്ചായിരിക്കും പിന്നീട് അവനോ അവളോ നമ്മളോട് പെരുമാറുക. അതുകൊണ്ട് 5 വയസ്സ് വരെ സ്നേഹിച്ച് ലാളിച്ച് തന്നെ വളർത്തണം. നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. എന്നാൽ അധികമാകാനും പാടില്ല, അധിക ആഡംബരങ്ങൾ പാടില്ല. ആവശ്യത്തിന് മാത്രം, അതായത് ആവശ്യത്തിന്റെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ വ്യവസ്ഥ അവനും അവളും മനസ്സിലാക്കിയിരിക്കണം. ഈ 6 വയസ്സ് കഴിയുമ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് വേണം വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാനും അതിനെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ. 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെ താടയെ ദശവർഷാണി എന്ന് പറയുന്നത്. ആ സമയത്ത് ശാസിക്കണം. അതായത് 10ാം ക്ലാസ് വരെ എന്നിപ്പോ നമുക്ക് വെച്ചാൽ 15 വയസ്സ് വരെ, 10ാം ക്ലാസ് വരെ കുട്ടിയെ ശാസിക്കണം. ശാസിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഈ 6 വയസ്സ് വരെ അവന് തെറ്റും ശരിയൊന്നും തിരിച്ചറിയാനുള്ള വിവേകം, വലിയ ബോധമൊന്നുമില്ല. ചിലതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കും. അത് കൂടുതലും അച്ഛനമ്മമാരും ബാക്കിയുള്ളവരും ചെയ്യുന്നത് നോക്കിയിട്ടാണ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. പക്ഷെ അത് കഴിയുമ്പോൾ 15 വയസ്സ് വരെ ശാസിക്കണം. വേണ്ട രീതിയിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളും ഒക്കെ വേണ്ട രീതിയിൽ ശാസിക്കാം. എന്നാൽ 15 വയസ്സ് കഴിഞ്ഞാൽ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ശാസിക്കേണ്ടി വരരുത്. പിന്നെ ശാസിക്കരുത്. പിന്നെ ശാസിച്ചാൽ അവൻ ആന്റി ആയി പോകും. അതായത് നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും എതിരായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഇത് വളരെ വ്യക്തമാണ്. ശാസ്ത്രത്തിൽ എത്രയോ കാലം മുമ്പ് പറഞ്ഞു വെച്ചതാണ്. ഇന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം. അപ്പോൾ മെന്റൽ മെച്യൂരിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു ഏജ് വയസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അതിലും കുറവാണ്, 15 വയസ്സിലും മേലെ ആവുന്നു. ആ സമയത്ത് അങ്ങനെ ചെയ്യണമെന്നാണ്. പെൺകുട്ടികളാണെങ്കിൽ 12 വയസ്സ് വരെയാണ് പറയുന്നത്. 12 വയസ്സിന് ശേഷം അവരെ എന്താ പറയാ, ക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ആ ഒരു ദേഷ്യഭാവത്തിലൊന്നും ശാസിക്കാൻ പാടില്ല. സ്നേഹത്തോടു കൂടി മിത്രവദാചരേത്, ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ഓപ്പണായിട്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ അവനോ അവളോ ആ കുട്ടി എപ്പോഴും നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇഷ്ടത്തിൽ നിൽക്കും. അവർക്ക് നമ്മുടെ ഇഷ്ടം മനസ്സിലാവും, നമുക്ക് അവരുടെ ഇഷ്ടം മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതി. ഇന്നിപ്പോ അച്ഛനമ്മമാർക്ക് അതിന് സമയമില്ലാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതിന് സമയം കണ്ടെത്തിയേ പറ്റുമോ. അതുപോലെ നമ്മൾ ഈ കുട്ടിയെ വളർത്തി വിടുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അടുത്ത സമൂഹത്തിന് അത് നന്നാക്കി കൊടുക്കാനായിട്ട്. അതുപോലെ ജീവിതത്തില് നമ്മൾ അവശ്യം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമായിട്ട്, ഗൃഹസ്ഥർ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമായിട്ട് ശാസ്ത്രം പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങളാണ്. പഞ്ചമഹായജ്ഞങ്ങളെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഋണത്രയങ്ങള്, പഞ്ചമഹായജ്ഞങ്ങൾ, ഇതെല്ലാവർക്കും ഉള്ളതാണ്. യജ്ഞം എന്നതിന് ശബ്ദം, അതിന്റെ പേരങ്ങനെയാണ്. മഹായജ്ഞൈശ്ച യജ്ഞൈശ്ച ബ്രാഹ്മീയം ക്രിയതേ തനുഹു. അതെന്തിനാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്? യജ്ഞേന ദാനേന തപസാ അനാശകേന യജ്ഞോദാനോ തപശ്ചൈവ പാവനാനി മനീഷിണാം. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ പവിത്രതയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചാൽ പിന്നെ വേറെ ഒരു പ്രതിവിധിയും ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ, അമ്പലത്തിൽ പോയിട്ട് പ്രതിവിധി ചെയ്യുന്നതും ജ്യോതിഷന്മാരെ വിളിച്ച് പൂജ ചെയ്യുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇതാണ് നമ്മളെ വിഹിതമായിട്ടുള്ള കർമ്മം. അത് നിത്യം അനുഷ്ഠിക്കേണ്ടതാണ് ഈ 5 യജ്ഞങ്ങൾ.
ആ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാൽ ബ്രാഹ്മീയം ക്രിയതേ തനുഹു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും ബ്രഹ്മജ്ഞാനത്തിന് യോഗ്യമായി തീരും, അത്രയും ശുദ്ധമായി തീരും. അൾട്ടിമേറ്റ്ലി അതാണല്ലോ നമുക്ക് പ്രാപിക്കേണ്ടത്. ആ ജ്ഞാനമാണ്, ആ ഏകാത്മജ്ഞാനമാണ് പ്രാപിക്കേണ്ടത്. അതിലേക്ക് എത്തിച്ചേരും. ഗീതയിലും പറയുന്നു, യജ്ഞോദാന തപശ്ചൈവ പാപനാനി മനീഷിണ. യജ്ഞവും ദാനവും തപസ്സും മനുഷ്യനെ പവിത്രീകരിക്കുന്നതാണ്, അത് അനുഷ്ഠിക്കണം. അപ്പൊ ഇതെല്ലാം ഒരു ജ്ഞാനത്തെ, ഒരു വലിയ ജ്ഞാനത്തെ പറയുന്ന ശാസ്ത്രങ്ങൾ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. ഉപനിഷത്തും ഗീതയും അതുപോലെ സ്മൃതികളും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ ഇത് വിധിക്കുന്നു. എന്താണ് ഈ പഞ്ചമഹായജ്ഞങ്ങള്, ഋണത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ? ഋണത്രയം എന്ന് പറയുന്നത്, ഋണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടം. നമ്മൾ കടം വാങ്ങുന്നതിനാണ് ഋണമെന്ന് സംസ്കൃതത്തിൽ പറയും. അപ്പൊ നമ്മൾ ജനിക്കുന്ന ഓരോ വ്യക്തിക്കും 3 കടങ്ങളുണ്ടെന്നാണ്. ആ 3 കടങ്ങളോട് കൂടിയാണ് ജനിക്കുന്നത്. ഇന്നിപ്പോ കേരളത്തിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും എത്ര 1000 കടമുണ്ട് എന്ന് ഒരു സ്റ്റാറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്രയും കടം നമുക്കിപ്പോ കേരളത്തിലുണ്ട്. ആ കടത്തോട് കൂടിയാണ് ജനിക്കുന്നത്. നമ്മൾ അറിയാതെ ആ കടം വീട്ടുകയും വേണം. അപ്പൊ ഇത് ജനിക്കുന്ന കുട്ടിക്ക് 3 കടങ്ങളുണ്ട്. എന്തൊക്കെയാണ്? 1 ഋഷി ഋണം, 2 പിതൃഋണം, 3 ദേവഋണം. ഇതാണ് 3 ഋണങ്ങൾ എന്ന് പറയാം. ഋഷി ഋണം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും ഒരു പരമ്പര, ആദ്യ പരമ്പര എന്ന് പറയുന്ന ഗോത്ര ഋഷികളിൽ നിന്ന് തുടങ്ങിയാണ്. നമ്മുടെ ജീന് വരുന്നത് ഗോത്ര ഋഷികളിൽ നിന്നാണ്. അങ്ങനെ ഈ ഗോത്ര ഋഷികളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ദിവസവും സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങളുടെ പാരായണം ചെയ്യുക, സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക. ഇത് ദിവസവും രാവിലെയും വൈകുന്നേരവും ചെയ്താൽ നന്ന്. അല്ലെങ്കിൽ രാവിലെ എഴിച്ച് നമുക്ക് പറ്റുന്ന പഠിച്ചിട്ടുള്ള സ്തോത്രങ്ങൾ ഇതൊക്കെ ഒരു 1/2-3/4 മണിക്കൂർ, ഒരു 45 മിനിറ്റ്സ് ദിവസവും ചെയ്യുക. അത് ഭാഗവത പുരാണമാകാം, രാമായണമാകാം, ലളിതാ സഹസ്രനാമാവാം, വിഷ്ണു സഹസ്രനാമാവാം. ഇനി മന്ത്രങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള സദ്ശാസ്ത്രങ്ങൾ, ഭഗവത്ഗീതയാവാം. ഭഗവത്ഗീത ദിവസവും ഒരു അധ്യായം ചൊല്ലാം, എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. ലളിതാ സഹസ്രനാമം എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. ഇതാണ് സനാതന ധർമ്മത്തിന്റെ ബേസിക് കൺസെപ്റ്റിലെ ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത്. കാരണം ബ്രഹ്മചര്യ ആശ്രമത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് ഇത് ചെയ്യാനാണ്, ചൊല്ലി പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ദിവസവും രാവിലെ എഴുതി ചൊല്ലുക. അത് ഉച്ചൈഹി ചൊല്ലണം, ഉറക്കത്തിൽ തന്നെ ചൊല്ലണം, വൈഖരി ഭാവത്തിൽ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ ഉണ്ടാകുന്ന ചില വൈബ്രേഷൻസ് ഉണ്ട്. ആ വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിൽ ചില ഹീലിങ്ങുകൾ ചെയ്യും. നമ്മുടെ വീട്ടില്, ആ ഗൃഹത്തിനുള്ളിലും ചില തരംഗങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ പോവും, മനസ്സ് റിലാക്സ് ആവും. ഇതിപ്പോ സ്റ്റഡിയിൽ പരീക്ഷിച്ച് കണ്ടുപിടിച്ചതാണ്. അതായത് സ്തോത്രങ്ങളൊക്കെ ഇങ്ങനെ ഒച്ചത്തി ചൊല്ലുമ്പോൾ ചില തരംഗങ്ങൾ ഉണ്ടാകും, അതനുസരിച്ച് മനസ്സ് റിലാക്സ് ആവുമെന്ന്. അത് നിങ്ങൾ തന്നെ ചൊല്ലി നോക്കിയാൽ അറിയാം. കുറച്ച് സമയം നിങ്ങൾ രാവിലെ എഴുതി ചൊല്ലി നോക്കിയാൽ, ചൊല്ലി പുറത്ത് വരുമ്പോൾ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ഇത് 2 റീസണും ഉണ്ട്, സയന്റിഫിക് റീസണും ഉണ്ട്, സൂക്ഷ്മമായ ആധ്യാത്മികമായ കാരണമുണ്ട്. ഇത് ദിവസവും ചെയ്യുന്നതിനെയാണ് ഋഷി ഋണം എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഋഷി ഋണത്തിൽ നിന്ന് മുക്തമാകും. ഈ സമയത്ത് പത്രം വായിക്കാൻ പാടില്ല. ഇപ്പം സ്വാധ്യായം എന്ന് പറഞ്ഞാൽ രാവിലെ പത്രം വായിച്ചാൽ ശരിയാവില്ല. അതെന്താ ശരിയാവാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രത്തിൽ വരുന്ന ആദ്യത്തെ വാർത്തകൾ ഏതായിരിക്കും? അത് നമുക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത വാർത്തകളായിരിക്കും. അത് അകത്തേക്ക് പോയിട്ട് അതിൻ്റെ കൂടെ ചായയും കൂടെ പോയി കഴിഞ്ഞാൽ അത് അകത്ത് പോയിട്ട് സെറ്റാവും. പിന്നെ നമുക്ക് റിലാക്സേഷൻ അന്നത്തെ ദിവസം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. രാത്രി സ്വപ്നത്തിൽ അത് ഭയമായിട്ട് വരികയും ചെയ്യും. മാനസികമായിട്ട് നമ്മുടെ ഒരു സംഘർഷാവസ്ഥ അത് തുടരുകയും ചെയ്യും. അതുകൊണ്ട് രാവിലെ എഴുത്ത് ആദ്യം തന്നെ പത്രം വായിക്കുന്ന രീതി എടുത്തു മാറ്റുക. കാരണം ഈ പത്രം വായിച്ചിട്ട് ഉടനെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ വല്ല നോട്ട് ബന്ധിയോ എന്താ പറയാ, അതൊക്കെ വരികയാണെങ്കിൽ അതെന്തായാലും നമ്മളിപ്പോൾ പല മീഡിയകളിലൂടെ അറിയും. അങ്ങനെ വരികയാണെങ്കിൽ അത് നോക്കിയാൽ മതിയല്ലോ. അല്ലാത്ത പക്ഷം അതിന്റെ ആവശ്യമില്ല. അതാണ് ആദ്യം ചെയ്യേണ്ടത്, ഈ സ്വാധ്യായമാണ്. ഇത് ആദ്യത്തെ ഋണം. രണ്ടാമത്തെ ഋണം പിതൃഋണം എന്നാണ് അതിന് പറയാ. പിതാക്കന്മാര്, നമ്മുടെ അറിയാവുന്ന പിതാക്കന്മാര്, നമ്മുടെ പിതാവ്, അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പിതൃക്കളുടെ ഒരു പരമ്പര നമുക്കറിയാമായിരിക്കും. കുറെ പേരുടെ
കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അറിയാണ്ടായി. പിതൃഋണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ ഈ സ്ഥൂലഭാവം, നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്ന അച്ഛനും അപ്പൂപ്പനും എന്നുള്ള ആ ഒരു പരമ്പര, അവരോടുള്ള ഒരു കടപ്പാട്. അവർ ഈ ശരീരം ഈ പറഞ്ഞ പരമ്പരയിൽ, ഗോത്ര പരമ്പരയിൽ നിന്ന് വന്ന് ഇത്രയും കാലത്തിന് ശേഷം നമുക്ക് ശരീരം നിർമ്മിച്ചു തന്നു എന്നുള്ള, അല്ലെങ്കിൽ പരിപാലിച്ചു തന്നു, നമ്മളെ വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ളത് കൊണ്ട് അവരോടുള്ള ഒരു കടപ്പാട്, അതാണ് പിതൃഋണം എന്ന് പറയുന്നത്. അവരുടെ ശരീരത്തിലെ ബ്ലഡും രക്തവും മാംസവും ബാക്കി രസങ്ങളും അതിൻ്റെ തത്വങ്ങളും ദ്രവ്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ പല രോഗങ്ങളും ഉണ്ടാവാം. അവരുടെ രോഗങ്ങളൊക്കെ പൈതൃകമായിട്ട് നമുക്ക് വരാം. ഗുണങ്ങളെല്ലാം പൈതൃകമായിട്ട് വരും, ദോഷങ്ങളും വരും. ഇതൊക്കെ വരും, സ്വാഭാവികമായിട്ട് അതുണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് പിതൃഋണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിതൃക്കളെ സ്മരിക്കുക, ദിവസവും അവരെ സ്മരിക്കുക, മനസ്സാ നമസ്കരിക്കുക. പിന്നെ ശ്രാദ്ധ സമയങ്ങളൊക്കെ വരുമ്പോൾ, അതായത് അവർ മരിച്ചുപോയ ദിവസവും തീയതിയും പക്ഷമൊക്കെ നോക്കിയിട്ട് ശ്രാദ്ധം ചെയ്യുന്ന രീതി പണ്ടുണ്ടായിരുന്നു. ആ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് സമർപ്പണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക. അത് പ്രശ്നം വരുമ്പോൾ ജ്യോതിഷത്തിന്റെ അടുത്ത് പോയിട്ട് ജ്യോതിഷം പറയുമ്പോഴല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദിവസവും എപ്പോഴും നമ്മൾ ചിന്തിച്ച് എപ്പോഴൊക്കെയാണ് അത് ചെയ്യാൻ പറ്റുക, അത് ഓരോരുത്തരുടെ കുലാചാരങ്ങൾ അനുസരിച്ച് അറിയാവുന്നവരടുത്ത് ചോദിച്ച് അതനുസരിച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ച് അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് എല്ലാം കൂടെ ചെയ്യാൻ ഒരു 10-20 മിനിറ്റ് എടുക്കും. അങ്ങനെ അത് ചെയ്യുക. മൂന്നാമത്തത് ദേവഋണം എന്നാണ് പറയാ. ദേവഋണത്തെ കുറിച്ചാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ദേവന്മാര്, പഞ്ചഭൂതങ്ങൾ ദേവന്മാരാണ്. സൂര്യനും ചന്ദ്രനും ഒക്കെ നമുക്ക് ദേവന്മാരാണ്. കാരണം ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ട്. ആരിൽ നിന്നൊക്കെ നമുക്ക് ഉപകാരം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ, ആ ഉപകാരം കൊണ്ടാണ്. നമ്മളിപ്പോ വായുദേവൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ജലദേവൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ ദേവതയാണ്. പ്രകൃതിയിലുള്ളതെല്ലാം നമുക്ക് ദേവതയാണ്. അതുകൊണ്ട് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. നമ്മുടെ എല്ലാ ആചാരങ്ങളും എല്ലാ പൂജകളും പദ്ധതികളും ഒക്കെ ഉള്ളത് പ്രകൃതിയെ സംബന്ധിച്ചുകൊണ്ടാണ്, പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് ബന്ധം വെച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആ ദേവന്മാരെ ഒക്കെ സ്മരിക്കുക, അവർക്ക് പൂജ ചെയ്യുക, പറ്റുമെങ്കിൽ ആരാധന ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ദിവസവും നിത്യകർമ്മങ്ങൾ എന്നുള്ള രീതിയിൽ ചെയ്യുക. ജലം സമർപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ പുഷ്പം സമർപ്പിക്കുക, നൈവേദ്യം സമർപ്പിക്കുക, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, പഞ്ചോപചാര പൂജകളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ നല്ലത്. അങ്ങനെ അതൊരു പ്രാർത്ഥനയായിട്ട് ദേവന്മാരുടെ ഒരു സ്മരണ ചെയ്യുക, അവരോട് നന്ദി പറയുക. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കുലദേവതയുടെ പൂജ അവശ്യം ചെയ്യുക. കുലദേവതയാണ് വാസ്തവത്തിൽ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം വിഹിതമായിട്ട്, അതായത് നിയമമായിട്ട് ചെയ്യേണ്ട ദേവപൂജ എന്ന് പറയുന്നത്. ബാക്കി ഇഷ്ടദേവന്മാരുടെ പൂജ നമുക്ക് ചെയ്യാം, നമുക്ക് മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ മന്ത്രങ്ങളോടൊപ്പം ചെയ്യാം. കുലദേവതയെ സങ്കല്പിച്ച ഒരു സങ്കല്പം ഓരോ ഗൃഹത്തിലും ഉണ്ടാകുന്നത്, അവരവരുടെ കുലദേവതയെ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇതാണ് 3 ഋണങ്ങൾ. അത് കഴിഞ്ഞാൽ പഞ്ചമഹായജ്ഞങ്ങൾ. പഞ്ചമഹായജ്ഞങ്ങളിൽ 3 ഇത് തന്നെയാണ്, ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് ഋഷിഋണം ഇതിൽ പറഞ്ഞത് തന്നെയാണ്. ഋഷികളുടെ യജ്ഞം എന്ന് പറയുന്നത്, ആർഷയജ്ഞം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ദിവസവും സ്വാധ്യായം ചെയ്യുന്നത് ഒരു യജ്ഞമായി. രണ്ടാമത് പിതൃക്കൾക്ക് ഈ പറഞ്ഞ തർപ്പണ ശ്രാദ്ധാദികൾ ചെയ്യുന്നത് രണ്ടാമത്തെ യജ്ഞമായി. ദേവന്മാർക്ക് പൂജ തർപ്പണാദികൾ ചെയ്യുന്നത് 3ാമത്തെ യജ്ഞമായി. അത് ദേവതാ സങ്കല്പം ഞാൻ ഇന്നലെ പറഞ്ഞു. നദികളുടെ രൂപത്തിലും എല്ലാ രൂപത്തിലും ദേവതാ സങ്കല്പമുണ്ട്. അപ്പൊ എല്ലാത്തിനെയും പോയി പൂജിക്കാൻ പറ്റില്ല. അപ്പൊ തൽക്കാലം നമ്മുടെ പൂജാമുറിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. തുളസി ഉണ്ടെങ്കിൽ തുളസി പൂജ ചെയ്യുക, ഒരു ഔഷധി എന്നുള്ള രീതിയിലും അതിൻ്റെ ആ ദിവ്യതയും ഗുണമൊക്കെ നോക്കിയിട്ട് അങ്ങനെ ആ രീതിയിലുള്ള ഒരു പൂജ. ഇങ്ങനെ ദേവതാ സങ്കല്പത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അപ്പൊ 3 ഋണങ്ങൾ അതായി. 4ാമത്തെ ഋണം ഭൂതഋണം അല്ലെങ്കിൽ ഭൂതയജ്ഞം എന്നാ പറയാ. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളെ സഹജീവികൾക്ക് വേണ്ടി ഭക്ഷണവും മറ്റും വിതരണം ചെയ്യുക. അതിനെയാണ് ഭൂതയജ്ഞം എന്ന് പറഞ്ഞത്. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾ. അത് മനുഷ്യർക്ക് വേണ്ടി അതിഥി യജ്ഞം വേറെ പറയുന്നതുകൊണ്ട്, അതുകൊണ്ട് മറ്റ് ജീവികൾ, മനുഷ്യരല്ലാത്ത ജീവികളെയാണ് ഭൂതയജ്ഞത്തിൽ ഉദ്ദേശിക്കുന്നത്. അവിടെ അവർക്ക് വേണ്ടിയിട്ട്, കാക്കയ്ക്കും മറ്റും ജീവികൾക്ക് വേണ്ടിയിട്ട് അന്നം ഉണ്ടാക്കിയ, നമ്മൾ ഭക്ഷണ രൂപത്തിൽ ഉണ്ടാക്കിയ അന്നത്തിൻ്റെ ആദ്യ ഭാഗം, അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം
ബാക്കി വരുന്നതല്ല ഇടേണ്ടത്. നേരത്തെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിക്കുന്നതിന് എല്ലാവരും അത് ടീമേശ കൊണ്ടുവന്ന് ഭക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് പുറത്ത് കൊണ്ടിട്ട് സങ്കല്പിക്കുക ആരൊക്കെയാണോ ഇതിൽ ഭക്ഷണത്തിൽ ഇഷ്ടപ്പെടുന്നത് അവരെല്ലാവരും അത് ഭക്ഷിച്ചു കൊള്ളട്ടെ. ബൃഹദാരണ്യക ഉപനിഷത്തില് സപ്താന്ന ബ്രാഹ്മണം എന്നൊരു ബ്രാഹ്മണമുണ്ട്. നിങ്ങൾക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ എനിക്കിവിടെ സമയമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പുസ്തകം ഉണ്ടെങ്കിൽ ബൃഹദാരണ്യക ഉപനിഷത്ത് എടുത്തിട്ട് 2ാമത്തെ അധ്യായത്തിൽ സപ്താന്ന ബ്രാഹ്മണം എന്നുണ്ട്, അത് വായിച്ചു നോക്കുക. അതിൽ ഇതാണ് കുറിച്ച് പറയുന്നത്. അതായത് ഒരു ഗൃഹസ്ഥൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ഗൃഹസ്ഥൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ 4 ചുറ്റുമുള്ള പശുപക്ഷ്യാദികളൊക്കെ ആഗ്രഹിക്കും അത്ര, ഇയാൾ പാകം ചെയ്താൽ കുറച്ച് നമുക്കും തരും എന്നൊരാഗ്രഹം അവരിലുണ്ടാകും. അവർ കാത്തിരിക്കുന്ന പറയുന്നത്, അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് ആദ്യം കാത്തിരിക്കുന്ന അവർക്ക് കൊടുക്കണം. ഇത് വലിയ പുണ്യമാണ്. നമ്മുടെ സംസ്കാരത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു സഹജീവി ഭാവം, സഹജീവികളോടുള്ള ഭാവം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ദിവസവും കൊടുത്താൽ അവരെ നമ്മൾ ഉപദ്രവിക്കില്ല, പിന്നെ അവരെ കട്ട് ചെയ്ത് ഭക്ഷിക്കണമെന്ന് തോന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് സഹജീവികളോടുള്ള ഈ ഭാവം ഇത് നമ്മുടെ യജ്ഞത്തിന്റെ ഭാഗമാണ്. അതില്ലാതെ ഒരു ഗൃഹസ്ഥൻ സ്വയം ഭക്ഷണം ചെയ്ത് ഭക്ഷിച്ചാൽ അവൻ പാപം ഭുഞ്ചതേ എന്നാ പറയാം. അവൻ ഭക്ഷിക്കുന്നത് അഘം ഭുഞ്ചതേ, പാപമാണ് ഭക്ഷിക്കുന്നത്. കാരണം മറ്റുള്ളവർക്ക് കൂടി ഉള്ളതാണിത്. താൻ സമ്പാദിച്ചു കൊണ്ടുവന്ന പൈസ കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ സമ്പാദ്യത്തിന്റെ ഭാഗമായി നമ്മൾ ഈ സമ്പാദിച്ചു കൊണ്ടുവന്ന് ഭക്ഷിക്കുമ്പോൾ പലരുടെയും സഹായം അതില് ഉണ്ട്. ഒരു ഉറുമ്പിന്റെയും ഒരു ഈച്ചയുടെയും കൊതുകിന്റെ ഒക്കെ സഹായം അതിൻ്റെ അകത്തുണ്ട്. എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് തന്നുവിടുന്നത്. അങ്ങനെ വലിയൊരു കഥയാണ്. അപ്പൊ ഭഗവാൻ ഈശ്വരൻ സൃഷ്ടിച്ചപ്പോ പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യത എന്ന് ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ. നിങ്ങൾക്ക് ദേവന്മാരിൽ നിന്ന് അനുഗ്രഹം വേണമെങ്കിൽ ദേവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരോട് പ്രാർത്ഥിക്കൂ, അപ്പൊ അനുഗ്രഹം കിട്ടും. അങ്ങനെ വന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ഗ്രഹദോഷങ്ങളും മറ്റു ദോഷങ്ങളും ആ ദോഷങ്ങൾ ഈ ദോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ദോഷങ്ങളുണ്ടല്ലോ, ഇതെല്ലാ ദോഷങ്ങൾക്കും ഒറ്റ പരിഹാരം ഈ 5 കാര്യങ്ങൾ ദിവസവും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് 4ാമത്തെ കാര്യമാണ് ഈ ഭൂതയജ്ഞത്തെ കുറിച്ച് പറഞ്ഞത്. വളരെ വിസ്തരിച്ച് ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ചെയ്യുക. അവസാനം അതിഥി പൂജനം എന്നാ പറയുക. അതിഥി ദേവോ ഭവ. ഈ അതിഥി എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് ആയിട്ട് നമ്മളെ വീട്ടിൽ വരുന്ന ആളെന്നാണ് നമ്മൾ വിചാരിക്കുക. വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ കൺസെപ്റ്റില് ഈ അതിഥി എന്ന് പറയുന്നത് ദേവനാണ്, ഈശ്വരനാണെന്നാണ്, ഭഗവാനാണ്, ഒരു മനുഷ്യനല്ല വരുന്നത്. നമ്മുടെ അതിഥി സേവ സ്വീകരിക്കാൻ, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നേരിട്ട് സ്വീകരിക്കാൻ വരുന്ന ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് അതിഥി എന്നാണ്. ആ റെസ്പെക്റ്റോടുകൂടി പൂജ്യഭാവത്തിൽ വേണം ഒരു അതിഥിയെ കാണേണ്ടത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ അതിഥി പൂജയുടെ ഒരു ക്രമമുണ്ട്. ഇന്നിപ്പം നമുക്ക് ആർക്കും അറിയില്ല, നമ്മൾ വരുമ്പോൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും, അങ്ങനെയാണല്ലോ. പക്ഷെ അതിഥി പൂജയുടെ ഒരു ക്രമമുണ്ട്. അവരെ പാദപ്രക്ഷാളനം ഹസ്തപ്രക്ഷാളനം ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ വിളിച്ചുകൊണ്ടിരുത്തി തിലകമൊക്കെ കുറിയൊക്കെ അണിയിച്ച് അങ്ങനെ ചെയ്യുന്നത്. ഈ ചെയ്യുന്നതെല്ലാം ദേവപൂജയുടെ രീതിയിലാണ്, മനുഷ്യപൂജയുടെ രീതിയിലല്ല. മനുഷ്യപൂജയ്ക്ക് വേറെ വിധിയാണ്, ദേവപൂജയ്ക്ക് വേറെ വിധിയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിഥി ആ സമയത്ത് ദേവതുല്യൻ എന്നാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളെ വീട്ടിലൊന്നും ദിവസവും അതിഥിയൊന്നും വരില്ല. അഥവാ അതിഥി വന്നാലും നമ്മൾ അവരെ അങ്ങനെ ദിവസവും എൻകറേജ് ചെയ്യാനും നമുക്ക് പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടത്, എവിടെയാണോ ഇത്തരം ഭക്ഷണങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളുള്ളത് അവിടെ കൊണ്ടുപോയി നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുക. എങ്ങനെയെങ്കിലും നമുക്ക് ഒരാൾക്ക് ഒരു ഭക്ഷണം ഒരു നേരത്തെ കൊടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അത് വിതരണം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്താൽ നമുക്ക് ഭക്ഷണം സുഭിക്ഷമായിട്ട് ഉണ്ടാകുകയും നമ്മുടെ മനോഭാവന അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മനസ്സിന്റെ ആ ഒരു അവസ്ഥ മാറുകയും നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തോടുള്ള നമ്മുടെ ഒരു ഭാവം മാറി വരികയും ചെയ്യും. ഇവിടെ രാഷ്ട്രീയവും പാർട്ടിയും പിന്നെ ജാതിയും മതവും ബാക്കി കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ അല്ല.
ഏതാണോ ആരാണോ ഇത് സ്വീകരിക്കുന്നത്, ഇങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നതിന് അംഗീകരിക്കുന്നത്, അവർക്ക് അതുകൊണ്ടുള്ള ഫലം ഉണ്ടാവും. അതില്ലെങ്കിൽ, ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ, പിന്നെ ഇതിൻ്റെ ഒക്കെ ഈ പാപം ഈ പറയണുണ്ടല്ലോ, ഓരോ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ ഈ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ, ഭക്ഷണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭക്ഷണം മാത്രമല്ല, ബാക്കി കാര്യങ്ങളിൽ നിന്നൊക്കെ ചില പാപങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചില ദോഷങ്ങൾ. ഈ ദോഷം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരുമിച്ചായിട്ട് ഭാവിയിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഇതങ്ങോട്ട് പ്രതീക്ഷപ്പെടും. അപ്പം നമുക്കതിനെ തടയാനോ ബാലൻസ് ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ മാനസികാവസ്ഥ നമ്മുടെ നിലനിൽക്കും. അതായത് അങ്ങനെ ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ, ഉണ്ടായാൽ തന്നെ അങ്ങനെ ഏത് പ്രശ്നം ഉണ്ടായാലും അതിനെ കൂളായിട്ട് ബാലൻസ് ചെയ്ത് അതിനൊരു പ്രതിവിധി കണ്ടെത്താനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. കാരണം എന്താണ്, നമ്മുടെ ഉള്ളിൽ ഈ പാപത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭക്ഷണത്തിനും ബാക്കി കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പാപം ദിവസവും വൃത്തിയായിക്കൊണ്ടേയിരിക്കും, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ സരളമായിട്ട് നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് ആണ് ബേസിക്കലി ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതാണ് ഒരു ഗൃഹസ്ഥന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കർമ്മങ്ങളിൽ പെടുന്നതാണ് ഈ പഞ്ചമഹായജ്ഞങ്ങള്. ഋണത്രയങ്ങൾ അതിൽ ഉൾപ്പെടുന്നു, പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നു, ബാക്കി കാര്യങ്ങളും സമൂഹത്തോടുള്ള ഒരു പ്രതിപത്തിയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെയാണ് ഒരു ആചാര രീതി പണ്ടുള്ള ഋഷിമാര് നമുക്കുണ്ടാക്കി തന്നത്. ഇതിൽ നിന്നാണ് നമ്മുടെ ഈ സമൂഹം ഇതുവരെയും സനാതന ധർമ്മത്തിന്റെ വാല്യൂസ് ബേസ് ചെയ്തുകൊണ്ട് ഇതുവരെയും ഇങ്ങനെ വളർന്നു വന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിപ്പോ നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇവിടെ നിന്ന് പോയിട്ട് കാശ്മീർ വരെ ഏത് സംസ്ഥാനത്തിൽ പോയാലും നമ്മൾ ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു അത്ഭുതമായ കാര്യമാണ്. ഇത്രയും വലിയൊരു ദേശം, ഇതിലെല്ലാം ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, ഇതെങ്ങനെയാണ് ഇതെല്ലാ സ്ഥലത്തും എത്തിപ്പെട്ടത്? ഒരു കുഗ്രാമത്തിൽ പോയാലും അവിടെയും ഇതുണ്ടാവും. പല സ്ഥലത്തും നമ്മൾ കാട്ടിൽ പോയാലും ആ കാട്ടിന്റെ അകത്ത് താമസിക്കുന്നവരായാലും അവർക്കും ഇതേ ഭാവം ഉണ്ടാവും. ഇതെങ്ങനെയാണ് ആര് പഠിപ്പിച്ചു? അവർ സത്സംഗമൊന്നും കേട്ടിട്ടില്ല, പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല, എങ്ങനെ അവർ പഠിച്ചു? ഇത് നമ്മുടെ ആചരണത്തിലൂടെ തുടർന്നു വന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ എഴുതാത്തതുണ്ടെങ്കിൽ അവർക്ക് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോദിക്കാം. ഹരിഹു. പ്രണാമം സ്വാമിജി. സ്വാമിജി, കുലദേവതയെ നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? ഇടക്കാലത്ത് പക്ഷെ അത് അറിയാതെയുള്ള അവസ്ഥ തന്നെ. കുലദേവതയെ അറിയാൻ പറ്റാത്തൊരവസ്ഥ വാസ്തവത്തിൽ അത് ഒന്ന് ശ്രമിച്ചാൽ അറിയാൻ പറ്റും. അത് നമ്മൾ കുലത്തിലുള്ള ആരെങ്കിലുമൊക്കെ മുതിർന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുമായിട്ട് ചോദിച്ച് അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കാരണം അതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അത് തിരഞ്ഞ് കണ്ടെത്താൻ പറ്റും. ഇനി കണ്ടെത്താൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ഏത് ഗ്രാമത്തിലാണോ എവിടെയാണോ ജനിച്ചത്, അല്ലെങ്കിൽ ഏത് ഗ്രാമത്തിന്റെ ചുറ്റുവട്ടത്താണോ ജനിച്ചത്, ആ ഗ്രാമത്തിലെ പ്രധാന ദേവത ഏതാണ്, ആ ഗ്രാമത്തിലെ പ്രധാന അമ്പലം ഏതാണ്, ആ അമ്പലത്തെ തൽക്കാലം അങ്ങനെ ദേവതയായിട്ട് സങ്കല്പിക്കാവുന്ന രണ്ടാമത്തെ വഴിയുണ്ട്. മൂന്നാമത്തെ വഴി ഈ പഞ്ചദേവത ഉപാസന എന്നൊരു രീതിയുണ്ട്. 5 ദേവന്മാരെ ഉപാസിക്കുന്ന ശങ്കരാചാര്യ സ്വാമിജികള് അദ്ദേഹത്തിന്റെ ഉപാസനാ പദ്ധതിയിൽ എല്ലാ സ്ഥലത്തും അന്നത്തെ കാലത്ത് പ്രചരിപ്പിച്ച ഉപാസനാ രീതിയാണ് പഞ്ചദേവത ഉപാസന.
ഇപ്പൊ വിഷ്ണു, ശിവൻ, ദേവി, ഗണപതി, സൂര്യൻ, ഇങ്ങനെയാണ് 5 ദേവതകള്. ചില സ്ഥലത്ത് സൂര്യന്റെ സ്ഥാനത്ത് കാർത്തികേയനും സുബ്രഹ്മണ്യനെയും വയ്ക്കുന്നു. ഇങ്ങനെ 5 ദേവതകളുടെ ഉപാസന, ആ 5 ദേവതകളുടെ ഉപാസനയും ചെയ്യുന്നുണ്ട്. ഈ പഞ്ചദേവതാ ഉപാസനയില് ഈ നമ്മൾ പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ കൺസെപ്റ്റ് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു സർവ്വദേവതാ ഉപാസന എന്നുള്ള കൺസെപ്റ്റും അതിൽ വരുന്നുണ്ടെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ കുലദേവത അറിയാത്തവർ ചെയ്യേണ്ടത്, എവിടെയാണോ നമ്മൾ ജനിച്ചത് അവിടെയുള്ള ആ ദേവനെയും, അവിടെ പിന്നെ നദിയോ അങ്ങനെ ഉണ്ടെങ്കിൽ അതോട് ചേർന്നിട്ടുള്ള ആ ദേവനെയും അങ്ങനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. ഇപ്പൊ ഗൃഹസ്ഥർക്ക് ഇപ്പൊ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് കുലദേവത അവരുടെ ആരാധ്യമായിട്ട് വരുന്നത് ഭർത്താവിൻ്റെ കുലത്തിലുള്ള ദേവതയാണ്. അങ്ങനെ അവർ പൂജിക്കാറ് സാധാരണ. എന്നാൽ അങ്ങനെയല്ല, അവരുടെ ഭാര്യയ്ക്ക് അവരുടെയും കുലദേവതയെ പൂജിക്കാവുന്നതാണ്. കാരണം വിവാഹം കഴിയുമ്പോൾ ബാക്കിയൊക്കെ മാറുമെങ്കിലും ഈ കുലദേവത മാറുന്നില്ല. കുലദേവത അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അവരുടെ കുലദേവത സങ്കല്പത്തിൽ രണ്ടും രണ്ടായിട്ട് ചെയ്യാം. കാരണം അങ്ങനെയും ചില കൺഫ്യൂഷൻസ് ഉണ്ട് ചിലവർക്ക്. ബാക്കിയൊക്കെ മാറുമെങ്കിലും അങ്ങനെ കുലദേവത മാറുന്നില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യയുടെ ചെയ്യാം, ഭർത്താവിൻ്റെതും ചെയ്യാം, ഭർത്താവിന് ഭർത്താവിൻ്റെ ചെയ്യാം, ഭാര്യയും ഭർത്താവും ചേർന്നിട്ടും ഭർത്താവിൻ്റെ കുലദേവത സങ്കല്പിച്ച് അവർക്കും ചെയ്യാം. അങ്ങനെ രണ്ടും ചെയ്യാവുന്നതാണെന്നാണ് കേട്ടിട്ടുള്ളത്. സ്വാമിജിക്ക് നമസ്കാരം. നമ്മൾ 2 ദിവസം മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, കുറി തൊടുന്നതിൻ്റെ പ്രത്യേകതകൾ. എന്തുകൊണ്ടാണ് കുറി തൊടുന്നത്? അല്ലെങ്കിൽ അത് ഒരു ഹിന്ദുമതത്തിൽ ആചരിച്ചു പോരുന്ന ആചാരം മാത്രമാണോ, അല്ലെങ്കിൽ ഭസ്മം തൊടുന്നതുകൊണ്ടോ ചന്ദനം തൊടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുങ്കുമം തൊടുന്നതുകൊണ്ടോ ഉള്ള പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരിച്ചാൽ കൊള്ളാം. തിലകധാരണം എന്നത് നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. തിലകധാരണം മറ്റ് ഒരു മതത്തിലും ഇല്ല. കാരണം അങ്ങനെ ഒരു കൺസെപ്റ്റ് അവർക്കില്ല. നമ്മുടെ ധർമ്മത്തിൽ പറയുന്നത്, ഹിന്ദുധർമ്മത്തിൽ പറയുന്നത്, ഇപ്പൊ നമ്മൾ കുളിച്ചതിന് ശേഷമാണ്, ശുദ്ധി ആയതിനു ശേഷമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. എന്ത് കർമ്മം ചെയ്യണമെങ്കിലും കുളി ആവശ്യമാണ്. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൽ പുതിയ വസ്ത്രം അല്ലെങ്കിൽ ശുദ്ധമായ വസ്ത്രം ധരിക്കണമെന്നുള്ളതും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഒരിക്കലും പൂജയ്ക്കോ അല്ലെങ്കിൽ അമ്പലത്തിലേക്കോ പോകുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. ഉറങ്ങാൻ കിടന്ന സമയത്ത് ഉപയോഗിച്ച വസ്ത്രം എപ്പോഴും മാറ്റിവെക്കണം, പുതിയ വസ്ത്രം എടുക്കണം എന്നുള്ളതുണ്ട്. ഇതൊരു ബേസിക്. അതെന്തിനാണ്? ഇതെല്ലാം നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധിയുടെ ബേസിലാണ് ഇതെല്ലാം പറയുന്നത്. ഒരു പവിത്രത എന്ന് പറയുന്നത്, നമ്മൾ ഹൈജീൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതും നമ്മുടെ ആചാരത്തിന്റെ പവിത്രത എന്ന് പറയുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൈജീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയായിരിക്കണം, ശുദ്ധിയായിരിക്കണം എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. ഈ ശുദ്ധിയെ തന്നെ പവിത്രത എന്ന് പറയുമ്പോൾ ഈ ശുദ്ധിയെ ആധ്യാത്മികമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് പവിത്രത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുളിക്കുന്ന സമയത്തൊക്കെ ചൊല്ലുന്ന മന്ത്രമുണ്ട്. ഇപ്പോ നദിയിലും കുളത്തിലും ഒക്കെ കുളിക്കുമ്പോൾ പണ്ടൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും, അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ആ കുളിക്കുന്ന സമയത്ത് ചില മന്ത്രങ്ങളുണ്ട്, വെള്ളത്തിന് നമസ്കരിക്കുന്ന രീതിയുണ്ട്, തർപ്പണം ചെയ്യുന്നതുണ്ട്, ആചമനം ചെയ്യുന്നതുണ്ട്, പിന്നെ പ്രതി നമസ്കാരമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളുണ്ട്. ആലോടനം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്താണ് കുളിക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ വെറുതെ പോയിട്ട് കുളിക്കുക, വൃത്തിയായി വരിക എന്നുള്ളതാണ്. പക്ഷേ ഈ കുളി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ആധ്യാത്മികതമായ മന്ത്രം കൂടെ ചേർക്കുമ്പോൾ മന്ത്രത്തിലൂടെ പവിത്രമായ മന്ത്രപൂതമായ സ്നാനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഗംഗാ സ്നാനം ആർക്കും ചെയ്യാം, ഗംഗയിൽ പോയി കുളിച്ചു വരാം. പക്ഷേ
മന്ത്രത്തോടു കൂടി അതിന്റെ വിധിവത് കുളിക്കുമ്പോഴാണ് അത് പവിത്ര സ്നാനമാകുന്നത്. അല്ലെങ്കിൽ സാധാരണ സാധനമേ ആവുള്ളൂ. അതെങ്ങനെയാണ് അതിന്റെ എന്താ പറയുക, അതിന്റെ മനഃശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രം എന്തെന്ന് ചോദിച്ചാൽ, കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള നാഡികളെല്ലാം വളരെ ശുദ്ധമാകും. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ നാഡികളിലൂടെ രക്തപ്രവാഹവും പ്രാണന്റെ ശക്തിപ്രവാഹവും കൂടും. അതാണ് കുളിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ രക്തപ്രവാഹവും ഇതൊക്കെ കൂടുന്ന ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കം വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും, നന്നായിട്ട് പ്രവർത്തിക്കും. ആ സമയത്ത് മസ്തിഷ്കം നന്നായിട്ട്, ഇപ്പൊ നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു പ്രഭാഷണം കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ നല്ല ഉന്മേഷത്തോടു കൂടിയിരുന്ന ഒരു പ്രഭാഷണം കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ പ്രഭാഷണം കേട്ട് കേട്ട് ഉറങ്ങിപ്പോയാൽ എങ്ങനെ ഉണ്ടാവും? അതിനോരോ വ്യത്യാസം ഉണ്ടല്ലോ. ബോറടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോ അങ്ങനെ ആയാൽ എന്താണ്, ഈ ബോറടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു തലയിലേക്കൊന്നും കയറില്ല. ബോറടിക്കുന്നതിന്റെ അർത്ഥം ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് പറഞ്ഞു മതി, ഇനി കൂടുതൽ ഇത് വേണ്ട, ഇതിൽ കൂടുതലേക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം വേസ്റ്റാണ്. അതിലെ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ചില വേവ്സ് ഉണ്ട്, അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും ഓർമ്മയിലുണ്ടാവില്ല. പക്ഷെ കുളിക്കുന്ന സമയത്ത്, കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഫ്രഷ് ആവും. ഏറ്റവും പെട്ടെന്ന് ഫ്രഷ് ആവുന്ന രീതിയാണ് കുളിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ എപ്പോഴും വേർപ്പും ഇതൊക്കെ ഉള്ള സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ഈ സമയത്ത് നമ്മൾ മനസ്സിൽ എന്ത് വിചാരം കൊണ്ടുവരുന്നു, ഭഗവാന്റെ നാമമായാലും ഇതായാലും, അതിൻ്റെ ഒരു ശാസ്ത്രീയതയാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധയും ഭക്തിയും ഭാവവും ഭഗവാനെ നാരായണ എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഇത് നേരെ തലയ്ക്കുള്ളിലേക്ക് പോകും. അതായത് ഇത് ഡയറക്റ്റ് സംസ്കാരത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് റിഫ്ലക്റ്റ് ആവും. കാരണം അത്രയും മനസ്സ് ആ സമയത്ത് ഫിസിക്കലി ഫ്രഷ് ആവും. അപ്പൊ എന്ത് ടെൻഷൻ, എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നന്നായിട്ട് കുളത്തിൽ ചാടി, നദിയിൽ ചാടി ഒന്ന് കുളിക്കാൻ കഴിഞ്ഞാൽ, ബാത്റൂമിൽ കുളിച്ചിട്ട് കാര്യമില്ല. കാരണം ബാത്റൂമിൽ കുളിക്കുമ്പോൾ അങ്ങനെ കുളി എന്നുള്ളതാവുകയുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു മുഴുവനാവില്ല. അത് ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭാണ്ഡസ്നാനം വൃഥാ എന്ന്. ഭാണ്ഡസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ ടാങ്കി വെച്ചിട്ട് ആ ടാങ്കിൽ നിന്ന് വെള്ളം നമ്മൾ ബാത്റൂമിൽ എടുത്തിട്ട് കുളിക്കുന്നത്. അത് വെറുതെ തന്നെ കുളിയെന്ന് പറഞ്ഞ് കുളിക്കാവുന്നുള്ളൂ. കാരണം ഈ ഭാണ്ഡത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. അത് കണ്ടു കഴിഞ്ഞാൽ കുളിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പല രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല, കാരണം വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. പക്ഷെ കുളി ഏറ്റവും നല്ലത് നദിയിലും കുളത്തിലും അങ്ങനെയൊക്കെയാണ്. പണ്ടാണ് നാട്ടിലെ എല്ലാ സ്ഥലത്തും, എല്ലാ ഗ്രാമങ്ങളിലും നദിയും കുളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നമ്മൾ നികത്തി വീട് വെച്ചതിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട്. എന്നിട്ട് ഭാണ്ഡത്തിലെ വെള്ളം എടുത്ത് കുളിക്കുന്നുണ്ട്. അപ്പൊ ഈ പവിത്ര സ്നാനത്തിന് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നാമം ചൊല്ലുന്നു, കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നാമം ചൊല്ലുന്നു, കുളിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് ചില തേവാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കുളിയും തേവാരം എന്നൊക്കെ നമ്മൾ പറയുന്നു, അതൊക്കെ ചെയ്യുന്നു. അവിടെ ഇരുന്ന് ചെയ്തു കഴിയുമ്പോൾ ഇത് നമ്മൾ സാധാരണ അല്ലാത്ത സമയത്ത് ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി എഫക്റ്റാണ്. അതാണ് അതിൻ്റെ പവിത്രത. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രഷ് ആവുന്നു. ആ സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതാലും എവിടെ പോയാലും കുറേ സമയത്തേക്ക് ഈ കുളിയുടെ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. ഒരു ഏകദേശം ഒരു 3 മണിക്കൂർ വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും ശരീരം പതുക്കെ തളരാൻ തുടരും. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു കുളിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു വഴി ഏതായാലും. അപ്പോൾ ഈ 3 ത്രികാല സന്ധ്യയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ആ ഇങ്ങനെ കുളി വീണ്ടും വരുമ്പോൾ വളരെ നന്നായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പവിത്രത. ഇനി ഈ കുളി കഴിഞ്ഞ് വന്ന് നമ്മളിപ്പോൾ തിലകം ഇടുന്നു. ശാസ്ത്രത്തിൽ പറയുന്നത് തിലകമിടാതെ ഭക്ഷണം കഴിക്കരുത്, തിലകമിടാതെ സത്സംഗം ചെയ്യരുത്, തിലകമിടാതെ ദേവദർശനം ചെയ്യരുത്, തിലകമിടാതെ പഞ്ചയജ്ഞങ്ങൾ ഒന്നും ചെയ്യരുത്. എല്ലാത്തിലും തിലകമിട്ട് ചെയ്യണമെന്നാണ്. തിലകം വിന ഒന്നും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ തിലകത്തിൽ സംഭവിക്കുന്നത്, തിലകം എന്ന് പറയുമ്പോൾ ഭസ്മം കൊണ്ട് ത്രിപുണ്ഡ്രമാണ് ഇടുന്നത്. ഭസ്മം കൊണ്ടിടുന്നത് ത്രിപുണ്ഡ്രമാണ്. അത് പുരുഷന്മാർക്ക് അങ്ങനെ, അത് സ്ത്രീകൾക്കാണെങ്കിൽ ഒരു വര മാത്രം ഇടാനും ഉണ്ട് വിധി. അങ്ങനെ ചെയ്യാം. അപ്പൊ അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഭസ്മത്തിന് അതിൻ്റെതായിട്ടുള്ള ചില നാച്ചുറൽ ഗുണങ്ങളുണ്ട്. അത് ഒരു വശത്ത്. മറ്റൊരു വശത്ത് നമ്മൾ ഭസ്മം എന്താ പറയാ, വെള്ളത്തിൽ ചാലിച്ച് അതിന്റെ മന്ത്രമാണെങ്കിലും മന്ത്രമുണ്ട്. അഗ്നിരുതി ഭസ്മ, വായുരുതി ഭസ്മ എന്നൊക്കെ പറഞ്ഞ് മന്ത്രമുണ്ട്. ആ മന്ത്രമൊക്കെ പറഞ്ഞ് ഇടുന്നു. ഇതിൽ എന്താണ് അതിൻ്റെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, ഈ ഭസ്മം നമ്മൾ ചാലിക്കുന്ന സമയത്ത് ആ മന്ത്രം ശരിക്കും അറിഞ്ഞ അർത്ഥം അറിഞ്ഞാൽ നമ്മുടെ ശരീരം വാസ്തവത്തില് ഭസ്മമാണ്, ഭാവിയിൽ ഇത് ഭസ്മമാകാൻ പോവുകയാണ് എന്നൊരു വൈരാഗ്യ ഭാവന എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും. അതിൻ്റെ ഒരു വേറൊരു സൈക്കോളജിയാണ്. അങ്ങനെ ഉണ്ടാകും. ആ ഭസ്മം ഉണ്ടാക്കുന്ന വിധിയുണ്ട്.
ചാണകം കൊണ്ടാണ് അതിൻ്റെ ശരിക്കും രീതിയിൽ ഭസ്മം ഉണ്ടാക്കുന്നത്. ചാണകം കൊണ്ട് പിന്നെ കൂളത്തിൻ്റെ വിറകിൽ കത്തിച്ച് അങ്ങനെയൊക്കെയാണ് ഒരു വലിയ വിസ്തരിച്ചൊരു വിധിയുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അങ്ങനെ ഒരു വിധി, ആ വിധി പ്രകാരം ഭസ്മം ഉണ്ടാക്കുന്നു. ആ ദിവസങ്ങളുണ്ട്, അതായത് ഏത് ദിവസം ഉണ്ടാക്കണം എന്നൊക്കെ. അങ്ങനെ ഉണ്ടാക്കിയ ആ ഭസ്മം നമ്മൾ ചാലിച്ചിടുമ്പോൾ നിങ്ങൾ ഇട്ട് നോക്കുക, വെറുതെ ചാലിച്ചിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അറിയാം ഒരു തണുപ്പ്, ഒരു സുഖം അനുഭവപ്പെടുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വശത്ത് മുഴുവനുള്ള ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നാഡികൾ, ഇത് ഏറ്റവും കൂടുതൽ തുറന്നു നിൽക്കുന്നത്, ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ നെറ്റിത്തടത്തിലാണ്. അതാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും നെറ്റിത്തടത്തിൽ സ്പർശിക്കുന്നതും നെറ്റിത്തടത്തിൽ ഈ പറയുന്ന കുറിയിടുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൽ ഭസ്മധാരണം ചെയ്യും. അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രയോജനം ഇത് ഇങ്ങനെ പറഞ്ഞു. മറ്റൊരു പ്രയോജനം, ബാഹ്യമായിട്ട് വരുന്ന ചില ദോഷങ്ങളെ, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ബാക്ടീരിയ എന്നൊക്കെ നമുക്ക് പറയാം, ബാക്ടീരിയ അങ്ങനെയുള്ള ചില ദോഷങ്ങളെ ഒക്കെ ഈ നെറ്റിയിൽ കിടക്കുന്ന ഭസ്മം തടയുന്നു. കാരണം അത് നെറ്റിയിൽ വന്നിരിക്കില്ല. അത് ഒരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് അതിനുണ്ട്. ഇത് നമ്മൾ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ കുംഭമേളയ്ക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ ആൾക്കാരിങ്ങനെ നഗ്നരായിട്ട് പോകുന്നുണ്ടല്ലോ. അവരൊക്കെ ചെയ്യണമെന്നാണ്, നല്ല ഭയങ്കര തണുപ്പാണ് അവിടെ. ഇപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴേക്ക് 7 ഡിഗ്രി 8 ഡിഗ്രി ഒക്കെ തണുപ്പുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ 2 സ്വെറ്ററൊക്കെ ഇട്ടൊക്കെയാണ് ഇരിക്കുന്ന ആൾക്കാർ. പക്ഷേ ഇവരിങ്ങനെ വസ്ത്രമൊക്കെ ഇല്ലാതെ നടക്കും. എങ്ങനെയാണ് നടക്കുക? ഈ ഭസ്മമാണ് അതിൻ്റെ അവരുടെ വസ്ത്രം. അപ്പോൾ ഭസ്മം പുരട്ടിക്കഴിഞ്ഞാൽ, ശരീരം മുഴുവൻ പുരട്ടിക്കഴിഞ്ഞാൽ തണുപ്പുണ്ടാവില്ല, കൊതുക് കടിക്കില്ല, ഈച്ച വന്നിരിക്കില്ല, ഇതൊന്നും ചെയ്യില്ല. ഏത് കൊതുകുള്ള സ്ഥലത്തും ശരീരത്തിൽ മുഴുവൻ ഭസ്മം പുരട്ടിയിട്ട് കിടന്നുറങ്ങാൻ, കൊതുക് കടിക്കില്ല. ഇത് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. കൊതുകിന് കടിക്കാൻ പറ്റില്ല, കാരണം അത് കൊതുക് വന്നിരിക്കുമ്പോൾ കൊതുകിൻ്റെ വായ്ക്കകത്ത് ഈ ഭസ്മത്തിൻ്റെ ധൂളി പോകുന്നത് കാരണം അതിന് വന്നിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുഖമായിട്ട് കിടക്കും. അവരെല്ലാവരും പുറത്താണ് കിടക്കുക, മിക്കവാറും പുറത്താണ് കിടക്കുക. അവർക്ക് അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല, വളരെ സാധാരണമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിന്റുകൾ, അത് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിലൊക്കെ ഓരോ മന്ത്രമുണ്ട്. ആ മന്ത്രം പറഞ്ഞ് ഈ തിലക ധാരണം ചെയ്യുന്നു ഭസ്മം കൊണ്ട്. അതുപോലെ തന്നെയാണ് ചന്ദനം. ചന്ദനം അത് തന്നെയാണ് അതിൻ്റെ പ്രയോജനം. ചന്ദനം ഇതിലും കൂടുതൽ എഫക്റ്റ് ഉള്ളതാണ്. കാരണം ചന്ദനത്തിന് അതിൻ്റെ ഒരു തണുപ്പ് എന്നുള്ള എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് മുഴുവൻ ഈ നെറ്റിയിൽ തൊടുന്നത് കൊണ്ട് ബാധിക്കും. അപ്പം നെറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള നാഡികൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് മുഴുവൻ ശരീരത്തിലേക്ക് വ്യാപിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നെറ്റിത്തടത്തിൽ തൊടുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാകുന്നത്. മൂന്നാമത് കുങ്കുമം തൊടുന്നത്. കുങ്കുമം സാധാരണ ഇവിടെ ഭ്രൂമധ്യത്തിലാണ് തൊടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഈ ഭ്രൂമധ്യം എന്ന് പറയുന്നത് ശാസ്ത്രമനുസരിച്ച് ഈ നെറ്റിയുടെ സ്ഥാനത്ത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് ഈ സ്ഥാനം. ഇവിടെ നമ്മൾ സ്പർശിച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ തലയോട്ടിയുടെ 2 ഭാഗവും സമാനമായിട്ട്, അതായത് തുല്യ വേവില് ആക്റ്റീവ് ആകുന്നതാണ്. കാരണം അത് അതിൻ്റെ ഒരു മധ്യഭാഗവും ഇവിടുത്തെ ബാക്കിലത്തെ ഈ ഭാഗവും ഇവിടുത്തെ ഈ ഭാഗവും, ഇത് രണ്ടും അങ്ങനെയാണ് അതിന് ശാസ്ത്രീയമായിട്ട് നമ്മുടെ രീതിയിൽ പറയുന്നത്. സയൻസ് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതിപ്പോൾ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, കാരണം അത് മുഴുവൻ ശാസ്ത്രമായിട്ട് അതുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ഹൃദയവുമായിട്ട് കണക്റ്റഡ് ആണ്, മൂലാധാരവുമായിട്ട് കണക്റ്റഡ് ആണ്, മൂർധാവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇങ്ങനെ പല സംഗതികളും അതിലുണ്ട്. അതുകൊണ്ടാണ് സമയാസമയങ്ങളിൽ അവിടെ സ്പർശിക്കുന്നത്. ഇത് വെറുതെ ഇരിക്കുമ്പോൾ അവിടെ അങ്ങനെ സ്പർശിക്കരുത്. അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് വേണം. അത് മിക്കവാറും സന്ധ്യാകാലങ്ങളാണ് അതിന് പറ്റിയ സമയം. അല്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്ഷീണം വരികയാണ്, അങ്ങനെ ഒരു തലവേദന പോലെ വിമ്മിഷ്ടം പോലെയൊക്കെ തോന്നിയാൽ പതുക്കെ ഈ മധ്യമ വിരൽ കൊണ്ട് പതുക്കെ ഇവിടെ ഇങ്ങനെ സ്പർശിക്കുന്നത് നല്ലതാണ്. അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ സാധിക്കും. കൂടുതൽ നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, മൂക്കിന് നല്ലതാണ്, ENTക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിലിപ്പോൾ തൽക്കാലം പറയാവുന്നത്. വളരെ വിശദമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. അതിന് എന്ന് വെച്ചാൽ ഈ വൈകുന്നേര സമയത്ത് ഈ ഭസ്മത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നീരിനെ വലിക്കാനുള്ളൊരു ശക്തിയുണ്ട്. പണ്ട് ആയുർവേദത്തില് ശരീരത്തിലെ നീര് വലിക്കുന്നതിന് ഭസ്മത്തിന്റെ പ്രത്യേക പ്രയോഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അഷ്ടാംഗ ഹൃദയത്തിലും മറ്റുമൊക്കെ അതിനെക്കുറിച്ചുള്ള വിവരണമുണ്ട്. അപ്പൊ ഈ നീര് വലിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ രാവിലെ സമയം നമ്മൾ സൂര്യനൊക്കെ വരുന്നത് കൊണ്ട് ചന്ദനം തേക്കുന്നു. ചന്ദനം തണുപ്പാണ്. അപ്പൊ ആ തണുപ്പ് ദിവസം മുഴുവൻ നിൽക്കും. ഇപ്പൊ നിങ്ങൾക്ക് അത് ഇട്ട് പരീക്ഷിച്ച് നോക്കാം. നന്നായിട്ട് ചന്ദനം, അത് ശരിക്കുള്ള ചന്ദനമായിരിക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന ഇപ്പോഴത്തെ ചന്ദനമേ അല്ല. അത് തടിയുടെയൊക്കെ അരച്ചിട്ട് അതിൽ കുറച്ച് സെന്റൊക്കെ ചേർത്ത് അതിനെ കെമിക്കലാക്കി വന്ന് അത് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്.
പക്ഷെ ശരിക്കുള്ള ചന്ദനത്തടിയിൽ നിന്ന് ഉരച്ചെടുക്കുന്ന ചന്ദനം തേച്ച് കഴിഞ്ഞാൽ അത് ആ തണുപ്പ് ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അതാണ് അതുകൊണ്ട് പകല് നിൽക്കുന്നു. വൈകുന്നേരം ആവുമ്പോൾ ഈ നീര് വലിക്കൽ എന്നുള്ള എഫക്റ്റ് ഇതിനുള്ളത് കൊണ്ടാണ് കൂടുതൽ വൈകുന്നേരം ഇടണമെന്ന് പറയുന്നത്. പക്ഷേ സാധാരണ 3 നേരവും അല്ലെങ്കിൽ നമുക്ക് 2 നേരവും ഭസ്മം ധരിക്കാം. അതുപോലെ തന്നെ ചന്ദനവും ധരിക്കാം അതനുസരിച്ച്. അതുപോലെ ഇപ്പോൾ തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, നമുക്കും നമ്മളെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി. എനിക്ക് പറയാനുള്ള ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചേർത്താൽ വളരെ നന്നായിരിക്കും എനിക്ക് പറയാനുള്ളത്. വളരെ നല്ലതാണ്. നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദിവസവും ഒരു സമയം, ഒരു നേരമെങ്കിലും ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ എന്ന മന്ത്രം ചൊല്ലി എല്ലാവർക്കും സുഖം വരട്ടെ എന്ന് ആന്തരികമായി നാം പ്രാർത്ഥിച്ചാൽ അത് വളരെ നല്ലതാണ്. കാരണം അങ്ങനെ വന്നാൽ അതിൻ്റെ പരിണത ഫലമായിട്ട്, കാരണം ഭഗവാൻ എപ്പോഴും നോക്കുന്നത് വൈയക്തികമായിട്ട് ചിന്തിക്കുന്നവരല്ല. ഭഗവാൻ കൂടുതൽ ശ്രദ്ധിക്കുക വൈശ്വികമായിട്ട് ചിന്തിക്കുന്നവരെയാണ്. അതിന് കാരണം ഭഗവത്ഗീത തന്നെ നിങ്ങൾ നോക്കിയാൽ ഭഗവാൻ എല്ലായിടത്തും തുറന്നു പറയുന്നത് ഞാൻ എല്ലാത്തിലും കുടികൊള്ളുന്നു, എല്ലാത്തിലും എന്നെ കാണൂ, എല്ലാത്തിലും എന്നെ അറിയൂ എന്നൊക്കെയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഞാൻ കുടികൊള്ളുന്നവനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അതിനെയാണ് വലിയ ജ്ഞാനമായിട്ട് ഭഗവാൻ പറയുന്നത്. അതിനർത്ഥം ആ ഭാവത്തിൽ ഭഗവാനെ ഭജിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ നമുക്ക് ഒരിക്കലെങ്കിലും വിചാരം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള ഉറപ്പാണ്. കാരണം ഈ സർവേ ഭവന്തു സുഖിന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സുഖം ഉണ്ടാകട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ആ എല്ലാവരും നമ്മളും വിടുമല്ലോ. അങ്ങനെ വിടുന്നത് കൊണ്ട് അത് സുഖം ഉണ്ടാവും. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വിശ്വ മനസ്സിനെ അറിയാനും നമ്മുടെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന വ്യാപകമായ ആ പരമാത്മാവിന്റെ സത്തയെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാനും ഈ സർവേ ഭവന്തു സുഖിനഃ എന്നുള്ള വാക്യം അങ്ങനെ ഉച്ചരിക്കുന്നത്, ആ ഭാവത്തിൽ നമ്മൾ സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ബ്രഹ്മജ്ഞാനം, അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ പഠിക്കാനും അതൊക്കെ അറിഞ്ഞ് നമുക്ക് ചിന്തിക്കാനും വേദാന്തം പഠിക്കാനും ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ വെറുതെ സർവേ ഭവന്തു സുഖിനഃ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കാലാന്തരത്തില് ആ ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ മറ്റു പ്രാർത്ഥനകൾ ചെയ്യണ്ട എന്നും പറയുന്നില്ല. മറ്റു പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അതത് കാലത്ത് അതൊക്കെ എന്തെങ്കിലും പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാനോട് പറയാം. കാരണം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ യേ യഥാ മാം പ്രപദ്യന്തേ സ്ഥാൻ തഥൈവ ഭജാമ്യഹ. ആരെങ്ങനെ എന്നെ എടുത്തു വരുന്നോ അവർക്ക് അതുപോലെ ഞാൻ എല്ലാം കൊടുക്കും. അതുകൊണ്ട് കൊടുക്കൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയും കിട്ടും, അങ്ങനെയും പ്രാർത്ഥിക്കാം. പക്ഷെ ഈ പ്രാർത്ഥനയും ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു നേരം ചേർക്കുന്നത് നന്നായിരിക്കും. പുണ്യാത്മാക്കളെ, ഞാൻ പുണ്യാത്മാക്കളെ എന്ന് അഭിസംബോധന ചെയ്തത് വെറുതെ അല്ല. കാരണം ഭാരതത്തിലെ ഏറ്റവും പുണ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു സങ്കേതത്തിലാണ് നമുക്ക് ജനിക്കാനും വളരാനും ഭാഗ്യമുണ്ടായത്. സംഗമേശൻ തന്നെ അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മളെ എന്നും നമ്മുടെ ശക്തി പകർന്നുകൊണ്ടും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന അതും ആ സങ്കേതത്തിൽ നിരവധി മഹത്തുക്കളായിട്ടുള്ള മഹർഷിമാർ ഇവിടെ തപസ് ചെയ്തതും കൊണ്ട് തന്നെയാണ് ഇതൊരു പുണ്യഭൂമിയായിട്ട് കണക്കാക്കുന്നത്. ഈ പുണ്യഭൂമിയിൽ വളരുന്ന നമ്മളെ നോക്കിയാണ് മറ്റുള്ള ആളുകൾ അവരുടെ ജീവിതവും ചിട്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ പുണ്യമായ ആ ശക്തി, ആ കഴിവ് നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്. ഇങ്ങനെയുള്ള പുണ്യമായിട്ടുള്ള ആ ശക്തി നിലനിർത്തണമെങ്കിൽ ഏറ്റവും ആവശ്യം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള തപോധനന്മാരായിട്ടുള്ള
മഹർഷീശ്വരന്മാർ അവരുടെ പാദസ്പർശം കൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നത്. നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, 2ാമത്തെ വർഷവും സ്വാമിജി ഈ പുണ്യസങ്കേതത്തെ ഉണർത്താൻ വേണ്ടി ഇവിടെ നമ്മുടെ പ്രാർത്ഥനയാൽ അദ്ദേഹം വന്നു എന്നതാണ് നമ്മുടെ മഹാഭാഗ്യം. അതിന് ഹേതുവായിട്ടുള്ളത്, നമ്മളെ സഹായിച്ചിട്ടുള്ളത് വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ എന്ന മഹത്തായ ആ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഈ ഹോള് സൗജന്യമായി നമുക്ക് 2ാമത്തെ വർഷവും ബ്രാഹ്മണ സഭ വിട്ടുതന്നു. സ്വാമിജിയുടെ വളരെ ആവശ്യം മാത്രമല്ല, അത്യാവശ്യമായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ 3 ദിവസം കൊണ്ട് നമുക്ക് സ്വാമിജി നമ്മളെ പ്രബോധിപ്പിച്ചു. ഇതിനൊക്കെ ഉള്ള സഹകരണവും എല്ലാം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ സത്സംഗം ഇന്ന് സമാപിക്കുകയാണ്. ഇതിന്റെ അവസാനത്തെ ചടങ്ങ് എന്ന നിലയിൽ ദക്ഷിണ എന്ന ഒരു പുണ്യകർമ്മം കൂടി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. സ്വാമിജിക്ക് ദക്ഷിണ കൊടുത്ത് യജ്ഞപ്രസാദം വാങ്ങി നമുക്ക് പിരിയാം. സ്വാമിജിയോട് ഉള്ള ഒരു പ്രാർത്ഥന, അടുത്ത വർഷവും സ്വാമിജി ഞങ്ങൾക്കൊക്കെ വേണ്ടി, സ്വാമിജിയുടെ തിരക്കിൽ, സ്വാമിജി ലോകം മുഴുവൻ നടക്കുന്ന ഈ പ്രവാസത്തിലാണ്, അടുത്ത വർഷവും ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് എത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി അവിടെ അറിയിക്കുകയാണ്. തപാലിലൂടെ സംസ്കൃതം പഠിക്കണമെന്നുള്ള അപേക്ഷ അവിടെയുണ്ട്. അതെല്ലാം നിങ്ങൾ യജ്ഞപ്രസാദം വാങ്ങിയതിന് പോകുമ്പോൾ അതും കൂടി മേടിച്ചിട്ട് വേണം പോകാൻ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.